അടിയന്തരാവസ്ഥ നിങ്ങൾക്കറിയാം. ഒരാളും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു വരാൻ ധൈര്യം കാണിക്കാത്തൊരു കാലം. നിങ്ങൾക്കാർക്കും അനുഭവം ഉണ്ടാവും. ഇരിക്കുന്ന ഒരു കൂട്ടത്തിൽ ആർക്കും അടിയന്തരാവസ്ഥ അനുഭവം ഉണ്ടാവില്ല. അപ്പോൾ എത്രയോ പത്രക്കാരെ ക്രൂരമായി പീഡിപ്പിച്ചൊരു കാലമായിരുന്നു. അതുകൊണ്ട് ആ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താന്ന് പറഞ്ഞാൽ ആരും അതിന് മുന്നില്ല. എന്നാൽ അപ്പോഴാണ് ഞാൻ KSYFന്റെ താലൂക്ക് സെക്രട്ടറി മരിച്ചുപോയ CK നാരായണൻ CMB ആയി പിന്നീട് പോയി. ആ CK നാരായണൻ സെക്രട്ടറി. പിന്നീട് തളിപ്പുറം ഏരിയ കമ്മിറ്റി KKM പരിയാരം സെക്രട്ടറി ആയിട്ടുള്ള ഏരിയ കമ്മിറ്റി ഞാനും ABM മാഷും ഇതേ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഞാനുണ്ടായി. അന്ന് ശ്രീകണ്ഠപുരം ഏരിയ വേറെ ഇല്ല. കൂട്ടുകുള്ള പാലം മുതൽ ഇവരെല്ലാമില്ല. മലയോര മേഖലയിലായിരുന്നു ഈ തളിപ്പുറം ഏരിയയിൽ ഇല്ല. പിന്നീടാണ് ശ്രീകണ്ഠപുരം ഏരിയ രൂപീകരിച്ചത്. ശ്രീകണ്ഠപുരം ഏരിയ രൂപീകരിച്ചപ്പോൾ ആ ഏരിയയുടെ സെക്രട്ടറി ആയിട്ട് ഞാനാണ് ചുമതല. അത് 1981. അങ്ങനെയൊക്കെ ഏകദേശം 30 വയസ്സ് കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ ഏരിയ സെക്രട്ടറി ആവുന്നത്. അതും പാർട്ടിക്ക് വളരെയേറെ സ്വാധീനം കഴിഞ്ഞ മലയോര മേഖല യാത്രാ സൗകര്യം തീരെയില്ല. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ നടന്നിട്ട് 8-9 കിലോമീറ്റർ നടന്നിട്ടാണ് വാഹന സൗകര്യമൊന്നുമില്ല. മലപ്പുറം അടുത്ത കാലത്താണ് മലപ്പുറത്ത് വാഹനമില്ല. എങ്ങനെ പോകുന്നില്ല. കടത്തുകടവ് കണ്ട് ശ്രീകണ്ഠപുരം നടന്ന് അവിടുന്ന് ചെറുക്കേരി പയ്യാവൂർ മലയോര മേഖലയിൽ പോയി 1 ദിവസം 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരിക. അവിടെ വാഹന സൗകര്യം കുറവാണ്. ആ ഘട്ടത്തിലാണ് അവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഞാൻ ചുമതല. തളിപ്പുറം ഏരിയ കമ്മിറ്റിയിൽ അന്ന് മലയോരത്തുണ്ടായിരുന്നത് K ജോസഫ് തിരിച്ചു. പിന്നീട് അവിടെ നല്ല പാർട്ടി ശക്തിപ്പെട്ടു. നിരവധി പാർട്ടി കേഡേഴ്സ് അവിടെ ഉയർന്നു. നിരവധി അവസരങ്ങൾ അവിടെ ഉയർന്നു. അങ്ങനെ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ നിരവധി പാർട്ടി സഖാക്കൾ, യുവാക്കൾ, നേതാക്കന്മാരെ പിന്നീട് നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ നിരവധി പല ജില്ലകളിൽ താഴെയുള്ള ആളുകളുണ്ട്. ചെറുപ്പക്കാർ പാർട്ടി ശക്തി. ഈ കാലഘട്ടത്തിൽ പിന്നീട് ഞാൻ അവിടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി. ഇതിൻ്റെ ഇടവേളയിൽ ചുരുക്കം അധ്യാപക ജോലിക്ക് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ, ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്തപ്പോൾ പിന്നീട് ജെയിംസ് മാത്യു, KR കുഞ്ഞിരാമൻ എന്ന് പറയുന്ന സഖാവും അവിടെ ഏരിയ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു ടൈമിൽ. പിന്നെ വീണ്ടും ഞാൻ തന്നെ അവിടെ ചുമതല എടുക്കേണ്ടത്. പാർട്ടി പറഞ്ഞ് ലീവ് എടുത്ത് ഏരിയ സെക്രട്ടറി പ്രവർത്തിക്കണം വീണ്ടും പറഞ്ഞപ്പോൾ വീണ്ടും ഞാൻ പിന്നെ ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായിട്ട് വീണ്ടും ചുമതല എടുത്തു. നീണ്ട 20 വർഷക്കാലം ഞാൻ ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി ആയിരുന്നു. 20 വർഷക്കാലം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ രാഷ്ട്രീയ ഞാൻ എന്തിനാ നിങ്ങൾ ഈ അരോചകമായിട്ട് പറയുന്നത്, എന്തിനാ ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ട് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഇല്ലെങ്കിൽ എന്നെ അറിയുന്ന, എൻ്റെ ചരിത്രം അറിയുന്ന കുറേ ആളുകൾ ഉണ്ടാവും. അവർ ധരിക്കും എന്തേ മാഷ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും കടുത്ത കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി തുടർന്ന് ഇന്നേ വരെ ഒരു ഓർലോ ഏൽപ്പിക്കാത്ത മാഷ് എങ്ങനെയാണ് ഇന്ന് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് നിങ്ങളിൽ പലരും സംശയിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കഥ പറയുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെയാണ് ആ കാലത്ത് അവിടെ നിന്നത്. പിന്നെ മയിൽ ഏരിയ കമ്മിറ്റി, മയിൽ കുറേയേറെ സംഘടനാ പ്രശ്നം മയിലുണ്ടായപ്പോൾ മയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ചുമതല എടുക്കാൻ വന്നു. അവിടെയും ഞാൻ 5 വർഷം മയിലിൻ്റെ ചുമതല എടുത്തു. പിന്നീട് തളിപ്പുറമിൻ്റെ മണ്ഡല കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും മണ്ഡല കമ്മിറ്റി ചുമതലയായിട്ടും തളിപ്പുറം ഏരിയ കമ്മിറ്റി ചുമതലയായിട്ടും 10-15 വർഷത്തിലേറെ അവിടെയും പ്രവർത്തിച്ചു. ഇത്തരത്തിൽ സംഘടനാ രംഗത്ത് ഇത്രയും കാലം, ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും കാലത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ഒരാൾ
വേറെ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഇതങ്ങനെ അവർ വരട്ടെ. ഇത്രയും കാലം 25 വർഷക്കാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രവർത്തിച്ച ഒരാളാണ്. 25 വർഷക്കാലം. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം പറയാനിടയായതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇപ്പം കാരണം മറ്റൊന്നുമല്ല, നമ്മളെ പാർട്ടി ഇതേവരെ കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകൾ ഈ 60 വയസ്സക്കാലത്തിനിടയിൽ, ഈ വർഷക്കാലത്തിനിടയിൽ ഞങ്ങളെ പാർട്ടിയിൽ കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകൾ ഇപ്പോൾ കാണുകയാണ്. അതിനെ ശക്തമായിട്ട് ഞാൻ എതിർക്കുകയുണ്ടായിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങളിൽ പാർട്ടി സംഘടനക്കുള്ളിൽ ശക്തമായ വിമർശനം നടത്താറുണ്ട്. അതിന് ദോഷമൊക്കെ എനിക്ക് ഉണ്ടായില്ല. പക്ഷേ ദോഷം കൂടെ നോക്കിയിട്ടൊന്നുമല്ല ഞാൻ ചെയ്തു. ഞാൻ നിലപാട് പറയുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോഴും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ, ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംഘടനാ രീതിക്കും നിരക്കാത്ത, ഒരു മൊറാലിറ്റിക്ക് ചേരാത്ത തീരുമാനമാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഞങ്ങളെ സംഘടനാ രീതി പ്രകാരം നമ്മൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യം ചർച്ച ചെയ്ത ജില്ലാ സെക്രട്ടേറിയറ്റാണ്. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തളിപ്പ് മണ്ഡലം എത്തിയപ്പോൾ പറഞ്ഞു അത് നമുക്കൊരു മണ്ഡലം സ്ത്രീയെ മത്സരിപ്പിക്കണം കണ്ണൂരിൽ. അപ്പോൾ അത് തളിപ്പറമ്പിലായിരിക്കണം, അത് PK ശ്യാമളയായിരിക്കണം. ഇത് നമ്മളെ ജില്ലാ സെക്രട്ടറി വെച്ച നിർദ്ദേശമാണ്. നമ്മൾ കേട്ടു. പയ്യന്നൂരെത്തിയപ്പോൾ അവിടെ മത്സരിക്കുന്നത് മധുസൂദനായിരിക്കണം എന്നും നിർദ്ദേശം വെച്ചു. ഈ 2 നിർദ്ദേശത്തോടും കടുത്ത എതിർപ്പ് സെക്രട്ടറിയുടെ അകത്ത് വന്നു. മധുസൂദൻ എന്തെങ്കിലും മോശക്കാരനായെന്നുള്ളതുകൊണ്ട് ഒന്നുമല്ല. പക്ഷേ മധുസൂദനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടി അതെല്ലാം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ച സമയത്ത് അതിലെന്തെങ്കിലും കാതലുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തിയാലേ കരുതുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച ആളുണ്ട്, കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് പാർട്ടിയുടെ കണ്ടെത്തൽ ശരിയല്ല. കാരണം അത്രയേറെ 2-3 വർഷക്കാർ കണക്കുകളുടെ കാര്യത്തിൽ പ്രസ് ക്ലബ്ബ് പത്രക്കാരോട് പി ഏരാനും KK രാഗേഷൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആവർത്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആ കണക്കിൽ തയ്യാറാക്കിയ കണക്കിൽ കുഞ്ഞികൃഷ്ണന് വിശ്വാസമില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്ന ആ കണക്ക് ശരിയല്ല, കണക്ക് ഇന്നതാണ്. ഈ തർക്കം വന്നത് അത് പൊതുവെ നോക്കിയാൽ പയ്യന്നൂരെ ജനങ്ങൾക്കിടയിൽ, പാർട്ടിക്കിടയിൽ കുഞ്ഞികൃഷ്ണൻ പറയുന്ന കണക്കിലാണ് വിശ്വാസം, പാർട്ടി വെച്ച കണക്കിലല്ല. അത് ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, അവിടുത്തെ പാർട്ടിയിൽ അതിൽ വിശ്വാസമില്ല. ഇപ്പോൾ അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ജയരാജൻ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പ്രകാശ് മോഷൻ, ഞാനൊക്കെ പലതവണ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും താഴെ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒക്കെ വിശദീകരിക്കുകയും ചെയ്തില്ല. പക്ഷെ അപ്പോഴും കുഞ്ഞികൃഷ്ണന് ബോധ്യമില്ല. പക്ഷേ ആ ഒരു ബോധ്യക്കുറവ് ജനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്, പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇടപെട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന, പൂർണ്ണമായും ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരാൾ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ജില്ലാ സെക്രട്ടറിയറ്റിനകത്ത് ഉയർന്നു വന്നു. അതുപോലെ തന്നെ തളിപ്പൂർ സ്ഥാനാർത്ഥി സംബന്ധിച്ച് നല്ല തോതിലുള്ള വിമർശനം വന്നു, എതിരഭിപ്രായം വന്നു. അപ്പോൾ സ്ത്രീയെ വേണമെന്ന് തീരുമാനിച്ചല്ലോ. അപ്പോൾ സ്ത്രീ ആയിരിക്കുന്ന പിന്നെ എന്തുകൊണ്ട് സുകന്യ ആയിക്കൂടാ, സുകന്യ ആയിക്കോട്ടെ എന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. എൻ്റെ നിലപാട് ഞാനും ശക്തിയായിട്ട് അവിടെ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എൻ്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരുണ്ട്, ജയരാജനുണ്ട്, EP ജയരാജനുണ്ട്, MP ജയരാജനുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ MP ജയരാജൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, നിങ്ങളെല്ലാം പറഞ്ഞത് അതേപടി മേൽ കമ്മിറ്റിക്ക് കൊടുക്കാം, അവിടുന്ന് ചർച്ച ചെയ്യ അഭിപ്രായങ്ങളിലാണ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം.
അതുകൊണ്ട് പ്രത്യേകം വേറെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ കാണേണ്ടത് ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാൻ എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഇതിൻ്റെ പിന്നിലെ കഥ ഞാൻ മുഴുവൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയെന്താ സ്റ്റേറ്റിലേക്ക് പോയത് തളിപ്പുർ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരേ ഒരു പേര്, ഈ പറഞ്ഞ ചർച്ചയൊന്നും പോയില്ല. സ്വാഭാവികമായും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അങ്ങനെ ഒരു പേര് കിട്ടിയാൽ ഒരു പേര് മാത്രം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കപ്പെട്ടു. തിരിച്ചു വീണ്ടും സെക്രട്ടേറിയറ്റിൽ വന്നു. അന്നേരം വിമർശനമുണ്ട്. പിന്നെ അംഗീകരിക്കപ്പെട്ടു. വിമർശനം വന്നു പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ വന്നു. അതിനുശേഷം വന്നപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മണ്ഡലത്തിൻ്റെ ചുമതല സംബന്ധിച്ച് തീരുമാനമെടുക്കണം. അതാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ തളിപ്പുർ മണ്ഡലത്തിൻ്റെ ചുമതല ആയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എം വി ജയരാജൻ, പി ജയരാജൻ, ടി കെ കുഞ്ഞുമാഷ്, 3 പേര് തളിപ്പുർ മണ്ഡലത്തിൻ്റെ ചുമതല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ ചുമതലക്കാരൊക്കെ ഉണ്ട്, വഴി പിന്നെ മുട്ടി തടഞ്ഞ് വഴി കിടക്കാൻ പറ്റുമോ? ഇങ്ങനെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ആവശ്യമില്ല. കാരണം അവിടെ ഈ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അവിടുത്തെ തളിപ്പുർ മണ്ഡലത്തിൽ ചുമതല വെച്ചോ ഞാനാണ്. നല്ല വിജയം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും വൻ പരാജയം ഉണ്ടായപ്പോൾ നല്ല വിജയം ഉണ്ടാക്കിയ ഒരു ഏറിയ തളിപ്പും പേരിയാണ്. തളിപ്പുർ മുനിസിപ്പാലിറ്റിയിൽ CPM-നാണ് ഏറ്റവും കൂടുതൽ സീറ്റ്. തളിപ്പുർ പേരിലാണെങ്കിൽ ഒരു 2 സീറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അന്ന് മുനിസിപ്പാലിറ്റി ഭരണം തന്നെ അത്ര ആ നിലക്കുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. നല്ല പ്രവർത്തനം നടത്തി. ഞാൻ പറഞ്ഞു ഞാനും അവിടുത്തെ ഏരിയ സെക്രട്ടറി സന്തോഷം ഒക്കെ ചേർന്നിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ ഇവിടെ നടത്തിയിട്ടുള്ളത്. നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനതിന് പേര് ഇത്രയധികം ചുമതല അതുകൊണ്ട് അവർ മതി, ഞാനില്ല എന്ന് പറഞ്ഞു. എൻ്റെ ആവശ്യമില്ല. മാത്രമല്ല ഗോവിന്ദ മാഷ് ഇരിക്കുന്നുണ്ട്. മാഷോടെ പറഞ്ഞു മാഷ എനിക്ക് നിങ്ങൾ ഈ നയത്തോടെ എനിക്ക് യോജിപ്പില്ല. മാഷോടെ തന്നെ പറഞ്ഞു ഇതിനോട് എനിക്ക് യോജിപ്പില്ല. 3 തവണ MLA ആയിരിക്കും, 4ാമത്തെ തവണ ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരിക്കുന്ന നയത്തോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാനൊന്നും കിട്ടില്ല, എനിക്ക് സാധിക്കില്ല. കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. എനിക്കാവില്ല. കാരണം എനിക്കിതിനോട് യോജിപ്പില്ല. കാരണം നിങ്ങൾ നമ്മളെ പാർട്ടിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് അറിയുമെന്നറിയില്ല. കാരണം 2 ടേം ആയാൽ പിന്നെ മത്സരം പാടില്ല എന്നാണ്. അങ്ങനെയാണല്ലോ സംസ്ഥാനം ഒഴിവാക്കിയില്ലല്ലോ. എന്നാൽ ഇവിടെ എന്താ ഉണ്ടായത്? 2 ടേമല്ല, 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ട് ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. ഇതിനെ രൂക്ഷമായിട്ട് ഞാൻ എതിർത്തിട്ടുണ്ട്. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. ഞാൻ പിന്നെ യോഗത്തിൽ പോയില്ല. DC യോഗത്തിൽ പിന്നീട് പങ്കെടുക്കുന്ന പക്ഷേ അവർ DC പങ്കെടുത്തു. DC യോഗത്തിൽ പോയി. ആ DC യോഗത്തിൽ ഞാനാണ് അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷം വഹിച്ചത് ഞാനാണ്. എൻ്റെ അധ്യക്ഷതയിലാണ് DC യോഗം ചെയ്യുന്നത്. അവിടെ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നു. DC-യിൽ അവർ DC മെമ്പർമാർ. ഞാനാണ് അധ്യക്ഷൻ. എൻ്റെ അടുത്ത് ഗോവിന്ദ മാഷ് ഇരിക്കുന്നത്. ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, മാഷോടിക്കാരൻ ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് നിയന്ത്രിച്ചോട്ടെ. കാരണം അത്രയും വലിയ ചർച്ചയാണ്, ഭയങ്കരമായ ചർച്ചയാണ്. ഞാനൊന്ന് മാഷ് പറഞ്ഞു വേണ്ട നടത്തിക്കോട്ടെ. അത്രയും വലിയ ചർച്ച അവിടെ നടന്നു. അത് കഴിഞ്ഞ് മണ്ഡല കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ജനാധിപത്യ രീതിയാണ്. മണ്ഡലം കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം. മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. അവിടെ പങ്കെടുത്ത ആളെ കൂട്ടത്തിൽ 3 പേരൊഴികെ മണ്ഡലം കമ്മിറ്റിയിൽ 3 പേരൊഴികെ മുഴുവൻ ആളുകളും രൂക്ഷമായ വിമർശനം എത്തി. ഗോവിന്ദ മാഷ് ഇരുത്തിക്കൊണ്ട് ആരൊക്കെയുണ്ട്? MV ജയരാജൻ, P ജയരാജൻ, KK രാഗേഷ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടെ MV മാഷ് യഥാർത്ഥത്തിൽ ആ യോഗത്തിൽ പോട്ട കാര്യം തന്നെയില്ല. പക്ഷേ അങ്ങനെ പോയി നല്ലോണം കേട്ടു. മുഴുവൻ ഇന്ന് വരെ ഇത്രയും രൂക്ഷമായ വിമർശനം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നേതാക്കന്മാർ ഇരുത്തി ഇത്രയും വലിയ വിമർശനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ വിമർശനമെല്ലാം കേട്ടു.
ഇതെല്ലാം കഴിഞ്ഞു, സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി, പിന്നെ ആൾവീട് ഒക്കെ അങ്ങനെ. പിന്നെ അതിലൊന്നും മാറ്റം വരലുണ്ടാവില്ല. പാർട്ടിക്കുള്ളിൽ ജനാധിപത്യമായിട്ട് നല്ല നല്ല രീതി തന്നെയാണ്. പക്ഷേ അവിടെ പറഞ്ഞു കേട്ട അഭിപ്രായമൊന്നും പാർട്ടി പരിഗണിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായം ജില്ലാ അഭിപ്രായം കേട്ടാൽ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ സ്ഥാനാർത്ഥി മാറേണ്ടതാണ്. അതെല്ലാം പോട്ടെ, അവസാനം DC-യുടെ അഭിപ്രായം കേട്ടാലെങ്കിലും സ്ഥാനാർത്ഥി മാറേണ്ടതാണ്. എല്ലാവർക്കും പ്രതീക്ഷ ഇത് മാറും. കാരണം അപകടമാണ്, തളിപ്പം തോൽക്കുകയാണ്. ഇതാണ് നമ്മൾ വന്ന് തളിപ്പം നമുക്ക് കിട്ടില്ല. അതൊന്നും അംഗീകരിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ രീതി പ്രകാരമാണെങ്കിൽ മണ്ഡലം കമ്മിറ്റിയിൽ ഒറ്റക്കെട്ട അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ പുനഃപരിശോധിക്കണമെന്നാണ്. അങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. വാർഡ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. വാർഡ് കമ്മിറ്റിയിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പുനഃപരിശോധിക്കുന്ന സ്ഥാനാർത്ഥിനെന്നാണ്. എന്നാൽ ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പുനഃപരിശോധനയും പാർട്ടിയിലുണ്ടായില്ല. ഇതടിച്ചേൽപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇനി ഈ പാർട്ടിയിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്. കാരണം അത് പറഞ്ഞുകൊണ്ട് അത് വളരെ പിന്നെ വൈകാരികമായൊരു പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച്. കാരണം 10-60 വർഷക്കാലം, 10-55 വർഷക്കാലം മെമ്പർഷിപ്പിലും അതിൽ 25 വയസ്സ് മുതൽ നേതൃസ്ഥാനത്തും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പാർട്ടി നേതൃസ്ഥാനത്ത് 25 വയസ്സ് മുതൽ. എനിക്ക് ഈ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ബന്ധമാണ്. ജില്ലയിൽ മൊത്തം ജില്ലയുടെ, പ്രത്യേകിച്ചും മലപ്പുറം, മയ്യിൽ, ആലക്കോട്, ശ്രീകണ്ഠാപുരം തുടങ്ങിയിട്ടുള്ള ഏരിയയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരാളും ഞാനുമായിട്ട് അത്രയും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കപ്പെടും. കാരണം ഞാൻ പാർട്ടിക്കാരനല്ല. എന്നെ ജനങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കാരനായതുകൊണ്ടാണ്. ജനങ്ങളായിട്ട് എൻ്റെ ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ പാർട്ടിക്കാരനായതുകൊണ്ടാണ്. അതെല്ലാമാണ് എനിക്ക് ഉപേക്ഷിക്കേണ്ടത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവേണ്ടുന്ന ചില ധാർമ്മികതയുണ്ട്, ചില നീതിബോധമുണ്ട്. അത് നിലനിർത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പിന്നെ ഞാൻ തീരുമാനിക്കും ആരാ സ്ഥാനാർത്ഥി, എൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് തന്നെ തീരുമാനം എന്ന നില വരുന്നത് പാർട്ടിയെ തകർക്കും. അപ്പോൾ പിന്നെ പാർട്ടിക്കകത്ത് നിന്ന് ഞാൻ ഇതെല്ലാം പറഞ്ഞു. പക്ഷേ ഒരാളും മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. പിന്നെന്താ ചെയ്യുക? പാർട്ടിക്ക് ഇപ്പോൾ അതിൻ്റെ അകത്ത് പൊരുതിച്ച് നടക്കുന്നില്ലേ, പിന്നെന്താ ചെയ്യുക? ഒന്ന് പിന്നീട് ഈ പറയുന്നതിന് കേട്ട് കീഴ്വഴങ്ങി വണങ്ങി അവിടെ നിൽക്കണം. അല്ല പിന്നെ ഞാനിപ്പോൾ എടുക്കുന്ന നിലപാട് പോലെ പാർട്ടി വിട്ടുപോകണം. ഏത് വേണമെന്നുള്ള കാര്യത്തിൽ കുറേയേറെ ചർച്ച നടത്തി ആരോടെ ഞാൻ തന്നെ ചർച്ച ചെയ്തു. എനിക്ക് അത്രയും വലിയ ബന്ധമാണ്. അപ്പോൾ നമ്മളെ ഇവരെല്ലാം കല്യാണം ഇരിക്കുന്നല്ലോ, അവിടെയെല്ലാം ഓരോ കുടുംബമായിട്ട് ബന്ധമാണ്. അപ്പോൾ എനിക്ക് ഇതെല്ലാം വരുന്ന ഒരു പ്രശ്നത്തിൽ ഞാൻ കുറേ ആലോചിച്ചു. അപ്പോൾ ആലോചിച്ചപ്പോഴും ഈ അനീതിയെ ചേർക്കുന്നില്ലെങ്കിൽ തളിപ്പറമ്പിലെ പാർട്ടി ഇല്ലാണ്ടാവും. ഇത് അനീതിയാണ്. പിന്നെ ഗോവിന്ദമാഷ് MLA ആയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാനതിൽ ആരോപണമായിട്ടും ഞാൻ പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സാധാരണയായിട്ട് ഈ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ ഫണ്ട് വിഭജനം, ഇതെല്ലാം തന്നെ അസംബ്ലി മണ്ഡലം പാർട്ടി കമ്മിറ്റിയിൽ പറയും. MP ഗോവിന്ദമാഷ് MLA ആയതിനിപ്പോൾ പതിവില്ല. ജെയിംസ് മാത്യു MLA ആയിരുന്ന സമയത്ത് ഞാൻ തന്നെയാണ് അസംബ്ലി പാർട്ടി കമ്മിറ്റി സെക്രട്ടറി. അപ്പോൾ അസംബ്ലി പാർട്ടി കമ്മിറ്റി വിളിച്ച് നമ്മളെന്ത് പറയും, ഇന്ന് ഇത്ര റോഡുണ്ട്, അത് ഇന്ന സ്ഥലത്ത് കൊടുക്കണം, ഇന്ന സ്ഥലത്ത് കൊടുക്കണം തീരുമാനിക്കും. അതുപോലെ തന്നെ MLA നടത്തിയ പ്രവർത്തനങ്ങളുടെ വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ ആളുകൾ ചെയ്യിക്കും. അസംബ്ലി മണ്ഡലം കമ്മിറ്റിയിൽ ഓഡിറ്റ് ചെയ്യാൻ ചെയ്യും. ഓഡിറ്റ് ചെയ്തിട്ടുള്ള കണക്ക് പിന്നീട് കമ്മിറ്റിയിൽ വെക്കും. അങ്ങനെ കൃത്യമായി ചെലവ് ചെയ്ത കണക്കിൻ്റെ ഓഡിറ്റ് ചെയ്ത് കണക്ക് വെച്ച് വികസനം MLA ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കുന്നുള്ളതിനെക്കുറിച്ച് ഈ മണ്ഡല കമ്മിറ്റിയിൽ ആലോചിക്കാൻ തീരുമാനിച്ചതാണ് പാർട്ടി രീതി. MP ഗോവിന്ദമാഷ് സെക്രട്ടറി ആയതിനു ശേഷം അങ്ങനെ മണ്ഡലം കമ്മിറ്റിയിൽ ഇങ്ങനെയൊരു രീതി ഉണ്ടായിട്ടില്ല. എനിക്കറിയാലോ, എനിക്കാണല്ലോ അടുത്ത ഏരിയ കമ്മിറ്റിയും ചുമതല എനക്കാണ്, മണ്ഡലം കമ്മിറ്റിയും ചുമതല എനക്കാണ്. ഈ രീതി ഉണ്ടായിട്ടില്ല. അവിടെ കങ്കേയമായിട്ട് നടത്തുന്ന ഇതുണ്ട്, എന്താ പറയുക, ഹാപ്പിനെസ്. ഭയങ്കര ഹാപ്പിനെസ്സാണ്.
സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ ഒരു ചാർജ് വഹിക്കുന്ന ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, അവിടെ അസംബ്ലി മണ്ഡലത്തിൽ ചാർജ് വഹിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, അവിടെ മണ്ഡലത്തിൽ ഇങ്ങനൊരു പരിപാടി ഹാപ്പിനെസ് നടക്കുമ്പോൾ മാഷൊക്കെ എന്നോട് പറയാലോ. ഇപ്പോൾ ടി കെ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഒന്നിച്ച് ഒരു പ്രവർത്തനം നടത്തി. അത്ര സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുള്ള ഞാനും മാഷമാണ്. ഒരു വിരോധം എനിക്ക് അയാളോടോ അയാൾക്ക് എന്നോട് ഇപ്പോൾ വിരോധം ഉണ്ടാകാനിടയായ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ, അതായത് മാഷ് ഈ ഒരു കാര്യം എന്നോട് ഈ ഹാപ്പിനെസ് നീ ഒന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ ചെയ്യണം നോക്കണം, അല്ലെങ്കിൽ അത് പാർട്ടി മണ്ഡലം കമ്മിറ്റി പറയാം ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്, ഒന്നും പറയാറില്ല. അയാൾ ചില ആളുകളെ വിളിച്ചു ചേർക്കും. അതിൽ കുറേ സിനിമാക്കാരുണ്ടാവും. സിനിമാക്കാരൊക്കെ ആയിരുന്നു ഇയാൾക്ക് ബന്ധമില്ല, അത് നിങ്ങൾക്കറിയില്ല ആർക്കാണ് ബന്ധമുള്ളത്. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ കൂടി ചേർത്ത് അവർക്കിഷ്ടമുള്ള കുറേ ആളുകൾ ചേർത്ത് കോടിക്കണക്കിന് രൂപയുടെ ചെലവ് ചെയ്തിട്ടുള്ള ഹാപ്പിനെസ് നടന്നു. അതിൽ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു, ഗവൺമെൻറ് ഗ്രാൻഡ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. ഇതൊക്കെ കേൾക്കലാണ്. ഇതൊന്നും എവിടെയും ഒരു കണക്കും അറിയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇതൊന്നും ആയിക്കോട്ടെ, അവർ നടത്തിക്കോട്ടെ, അതിലൊന്നും എനിക്ക് ആക്ഷേപം ഉണ്ടായില്ല. പക്ഷേ ഇതൊരു രീതിയാണോ, ഇതിനെ ഇത് സംഘടനാപരമായ രീതി ശരിയല്ലല്ലോ എന്ന കാര്യം ഞാൻ പറയാറുണ്ട്. മറ്റ് ഭാഷയിൽ നിലപാടിനൊന്നും ഞാൻ എതിർത്ത് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നോട് ചില വിദ്വേഷം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, വെറുതെ അല്ല. മറ്റൊരു സംഭവം നിങ്ങൾക്കുണ്ടാവും, അത് വലിയ കോളുകളൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അതായത് ആന്തൂരിലെ സാജൻ്റെ മരണം. സാജൻ്റെ മരണം എനിക്കാണത്തെ പാർട്ടി ചുമതല, ഏരിയ കമ്മിറ്റിയുടെ ചുമതല. സാജൻ്റെ മരണം നടന്നു. ആന്തൂരിൽ പറശ്ശിനിക്കടലും ആന്തൂരുമുള്ള ജനങ്ങളാകെ വയലൻ്റായി നിൽക്കുകയാണ്. വയലൻ്റായിട്ട് ജനങ്ങളാകെ അദ്ദേഹത്താണ് എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ മരണത്തിൻ്റെ ഉത്തരവാദി വൈസ് ചെയർമാനാണ്, ശ്യാമള ടീച്ചറാണ് ഉത്തരവാദി എന്ന പ്രചരണം വ്യാപകമായി വന്നു. പുറത്തിറങ്ങി നടക്കാൻ ശ്യാമള ടീച്ചർ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രചരണമാണ് ഉയർന്നു വന്നത്. ഇത് വലിയ പ്രചരണം വന്നു. എങ്ങനെ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് ആലോചിച്ചു. ഈ വിഷയത്തെ നമ്മൾ ഉടനെ അവിടുത്തെ ചെയർമാനെ രക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ നമുക്ക് തിരിക്കും. ആ നിലയിലായിരുന്നു അവിടുത്തെ അന്നത്തെ അന്തരീക്ഷം. ആരെങ്കിലും ആ പത്രക്കാർ അന്നേരം പോയവരാരും ഉണ്ടെങ്കിൽ അത് ആർക്കറിയാം, പഴയ ആൾക്കാരും ഉണ്ടെങ്കിൽ അത്ര ഒരു അന്തരീക്ഷമായിരുന്നു. ആ അന്തരീക്ഷത്തെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പൊതുയോഗം വിളിച്ചു ചേർത്തു. ആ പൊതുയോഗത്തിൽ ആരൊക്കെ പ്രാസംഗം വരാറിയും, ഒന്ന് പി ജയരാജൻ, എനിക്ക് തോന്നുന്നു പി ജയരാജൻ ജില്ലാ സെക്രട്ടറി, എം പി ജയരാജൻ, ജെയിംസ് മാത്യു, ഞാനും. ജെയിംസ് മാത്യു ആണ് അവിടുത്തെ MLA എന്ന്. പൊതുയോഗം വിളിച്ചു ചേർത്തു. പൊതുയോഗം വിളിച്ചു ചേർത്ത് ഈ ടീച്ചറെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊതുയോഗം നടത്താൻ കഴിയില്ല. പക്ഷെ അന്നേരത്ത് പി ജയരാജൻ പറഞ്ഞു ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടി ഉണ്ടാവും എന്ന് പി ജയരാജൻ പ്രസംഗിച്ചു. ഞങ്ങളും പറഞ്ഞു ഇതങ്ങനെ വെറുതെ പോവില്ല, ഇത് ശക്തമായ നടപടി ഇതിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങളെ അന്ന് സമാശ്വസിപ്പിച്ചത്. പക്ഷേ അത് പിന്നീട് എന്തുണ്ടായി, അത് പറഞ്ഞതിൻ്റെ പേരിൽ, ആ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ നമ്മളെല്ലാം ഗോവിന്ദ മാഷ നോട്ടപ്പുള്ളിയായി. പി ജയരാജൻ്റെ അനുഭവം ഞാൻ പറയുന്നില്ല, അയാളെ രാജ്യം ഞാൻ പറയുന്നില്ല. അയാൾ വളരെ മത്സരിപ്പിച്ചു, ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തോറ്റപ്പോൾ പിന്നീട് അയാളെ സെക്രട്ടറി തിരിച്ചെടുത്തില്ല. MP ആരാനും മത്സരിച്ചു, തോറ്റു. പിന്നീട് വന്നപ്പോൾ MP ആരാനെ തിരിച്ച് സെക്രട്ടറി ആക്കി. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി മത്സരിച്ച് തോറ്റു, കോട്ടയം ജില്ലാ സെക്രട്ടറി ആക്കി. ആരെയാ മാത്രമാക്കിയില്ല? പി ജയരാജനെ മാത്രമാക്കിയില്ല. അതൊന്നും എനിക്ക് ആക്ഷേപം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഇങ്ങനെ എടുത്താൽ, നിലപാടെടുത്താൽ ആ നിലപാടിൻ്റെ പേരിൽ നായാടപ്പെടുന്നു, വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ വേട്ടയാടൻ്റെ ഭാഗമാണ് നമ്മൾ പിന്നീട് അനുഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് എന്താ പറഞ്ഞത്, അതിലൊന്നും ടീച്ചർക്ക് ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ടും തയ്യാറാക്കിച്ചു. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കൃത്യമായി ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, ഈ കസേര ഇരിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കില്ല എന്ന്
സാജനോട് പറഞ്ഞ കാര്യം നമ്മുടെ സഹാക്കളും അവിടെയുള്ള മുനിസിപ്പാലിറ്റിയിലെ ആളുകളും പറഞ്ഞ അതിലന്ന് അങ്ങാടിപ്പാട്ടാണ്. അന്ന് അങ്ങാടിപ്പാട്ടാണ്. ആ പറഞ്ഞിട്ടാണ് നിരാശനായിട്ട് സാജൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് ഈ ഒരു വാക്കിൻ്റെ മേൽ. അപ്പോൾ ഇതാണ് അപ്പോഴുണ്ടായിട്ടുള്ള ഒരു സംഭവം. ഞങ്ങളിതിൽ ഈ വികാരം ഉണ്ടായപ്പോൾ നമ്മളതിനെ തണുപ്പിക്കാൻ വേണ്ടി നടപടി ഉണ്ടാവും അതിൻ്റെ പേരില്ല. ഇങ്ങനെ അവിടെ പിന്നീട് പോലീസിനെല്ലാം നിശ്ചയിച്ച് അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചു. പോലീസ് ഒരു കുറ്റക്കാരിയല്ലാന്ന് കണ്ടെത്തി. എങ്ങനെയാണ് കണ്ടെത്തിയെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ട ചില രേഖകൾ കാണാതായിട്ടുണ്ടെന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഉപയോഗിച്ച ആളുകളൊക്കെ അവിടെ ഉണ്ട്. അത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നൊരു തിരഞ്ഞെടുക്കുന്ന സമയത്ത് ടീച്ചർ ഒരു കാൻഡിഡേറ്റാണ്. ആ നിലയിൽ അത്ര എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള ജനവികാരം എന്തായിരുന്നു? ആ ജനവികാരത്തിനെ ഏതെങ്കിലും രീതിയിൽ ശമിപ്പിക്കുക എന്ന് പറയുന്നത് അന്ന് നമുക്ക് ഇത് മാത്രമേ വഴിയുള്ളൂ. നടപടി ഉണ്ടാവുമെന്ന് പറയുന്നത് ആ പറഞ്ഞതിൻ്റെ വീട്ടിൽ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞ ആളെ വീട്ടിൽ അവരുടെ നടപടി വന്നത്. എന്നാൽ മറ്റും ചില സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയാലോ, ഇവിടെ മറ്റേ നമ്മുടെ ഇടപെട്ട് ദുഃഖകരമായ അനുഭവം ശരിയോ തെറ്റോ എന്തോ കാര്യങ്ങളാവട്ടെ, അതിലത്തെ നടപടി വളരെ തീഷ്ണതയുള്ള നടപടിയല്ലേ, നമ്മളൊക്കെ തന്നെ ആള്. പക്ഷെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില പക്ഷപാതപരമായ നിലപാടുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പാർട്ടിയിൽ ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു പ്രവണത തളിപ്പറമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ തന്നെയാണ് എന്നോട് അവർക്കുണ്ടായിട്ടുള്ള വിരോധം. പിന്നീട് ഈ ഇതിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ആക്ഷേപങ്ങളൊക്കെ പല തരത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ പ്രതിഷേധം പാർട്ടി അണികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിൻ്റെതായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. തന്മട്ടത്തിലാകെ നടക്കുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ പാർട്ടിയിലൊരു രീതി ഉള്ളത് പാർട്ടിക്കകത്ത് പറയാമെന്നുള്ളതാണ്. പാർട്ടിക്കകത്ത് പറയാം, അങ്ങനെ ആ പാർട്ടിക്കകത്ത് പറയും. ഇപ്പം ഞാൻ ഇവിടുത്തേക്ക് വരുമ്പോൾ ഒരു സഖാവിനെ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പത്തമേൽ നടക്കുന്നത് നിങ്ങൾ പാർട്ടിക്കകത്തല്ലേ പറയേണ്ടത്, നിങ്ങൾ പുറത്തു പറയാൻ പാടുണ്ടോ എന്നല്ല. ശരിയാ, ഞാനെല്ലാം പാർട്ടിയെ പഠിപ്പിച്ച അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്ത് വിമർശനം ഉണ്ടായാലും എന്ത് കാര്യം ഉണ്ടായാലും അത് പാർട്ടി ഘടകത്തിനകത്ത് പറയണം. പാർട്ടിക്ക് വെളിയിൽ പറയാൻ പാടില്ല. പാർട്ടിക്ക് വെളിയിൽ പറഞ്ഞാൽ അത് പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമാണ് എന്ന് പഠിപ്പിച്ച ആളാണ് ഞാൻ. ഇന്ന് ഞാൻ ആ പറഞ്ഞ സഹായം നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ പാർട്ടിക്കകത്തേ പറയേണ്ടത് പറയാതോ പുറത്ത് പറയാൻ പാടില്ല. പക്ഷെ ഞാൻ കുറേ കാര്യങ്ങൾ ഈ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള നയത്തിനും സംഘടനാ രീതിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ധാർമ്മികതക്കും ചേരാത്ത സംഭവം ഉണ്ടാകും പാർട്ടിക്കകത്ത് ഞാൻ നിരന്തരമായി പറഞ്ഞു. ഒരു ഫലവുമില്ല. അവസാനത്തെ ഉദാഹരണമായി പറഞ്ഞത് സെക്രട്ടേറിയറ്റും DC-യും മണ്ഡലം കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റികളും ആകെയും പറഞ്ഞിട്ടും ഒരു ഫലവുമില്ല. പിന്നെ എന്ത് പാർട്ടിക്ക് പുറത്തകത്ത് പറഞ്ഞിട്ട് കാര്യം? അവിടെ ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാണ്, ഇത് പാർട്ടിക്കകത്ത് പറഞ്ഞുകൊണ്ട് ഫലമില്ലാന്ന് എനിക്ക് ബോധ്യം വന്നു. ഈ 60 വർഷക്കാലം പ്രവർത്തിച്ചൊരു പാർട്ടിയിൽ എനിക്ക് ബോധ്യം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇത് ഇപ്പോഴാണോ നിങ്ങൾക്ക് ബോധ്യം വരുന്നതല്ല, ചില സംഭവമുണ്ട്. പക്ഷേ അന്നേരം ഞാൻ വരില്ല, അകത്ത് നിന്ന് വരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും അകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഇത് തെളിയിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചു ഇനി ഈ അവസാന കാലത്ത് ഇത്തരത്തിലുള്ള നീതികേടിന് കൂട്ടുനിന്നിട്ട് നിങ്ങൾ വലിയ നേതാവായി നടക്കുന്നല്ലോ എന്ന് എന്നോട് നമ്മുടെ സഹാക്കൾ ചോദിക്കാതിരിക്കാനെങ്കിലും ഈ അനീതിയെ ചോദ്യം ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ ആ പുറത്തു പോയിക്കോട്ടെ എന്ന നില വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിനെ പരസ്യമായി ചോദ്യം ചെയ്യാൻ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാനും ജനങ്ങൾ പാർട്ടിയെ തിരുത്തിക്കട്ടെ. ഈ പാർട്ടി ഉണ്ടാവണം കേരളത്തിൽ. ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ഒരു കാരണവശാലും ദുർബലപ്പെട്ടു പോകരുത് എന്ന് കരുതുന്നവരാണ് ഞാൻ. ഇതിനെ നമ്മൾ കോൺഗ്രസ് നേതാവ് വേണുഗോപാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ട് പാർട്ടി CPM തകരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനെല്ലാം ജീവൻ കൊടുത്ത് വളർത്തിയിട്ടുള്ള പാർട്ടിയാണ് ഇത്രയും കാലം. അതുകൊണ്ട് പാർട്ടി ദുർബലപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ടിയെ തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ അനീതി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിലെ പാർട്ടി ദുർബലപ്പെടും, തകരും.
നിങ്ങൾ നോക്കണം, ഈ പറയുന്ന തളിപ്പും നടന്നു എന്ന് പറയുന്ന ഈ അനീതി ചെറിയ കാര്യമല്ല. ഇത് ഒരു തളിപ്പ് മാത്രമല്ല, എല്ലാ കാര്യം ഞാനിവിടെ പറയുന്നില്ല. സംസ്ഥാനത്ത് വിവിധ സ്ഥാനാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ പ്രവണത ഇല്ല എന്നുള്ളത് കാണാൻ കഴിയും. അതൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞിട്ട് പാർട്ടി ആകെ അങ്ങനെയാണെന്ന് വരുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല. പക്ഷേ തളിപ്പറമ്പിൽ നടന്ന നീതികേടാണ്, പാർട്ടിയുടെ ധാർമ്മികതയ്ക്ക് ചേരാത്തതാണ്, പാർട്ടിയുടെ സംഘടനാ രീതിക്ക് ചേരാത്തതാണ്. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ എതിർക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. പല എതിർപ്പും നടത്തി അവസാനം എതിർക്കാൻ പരാജയപ്പെടും തോന്നിയ ഘട്ടത്തിൽ തന്നെയാണ് മാഷോട് തന്നെ പറഞ്ഞു, മാഷെ ഞാനില്ല, ഇതിനോട് യോജിക്കാനൊക്കെ ആവില്ല, ഞാനിത് പാർട്ടിയായിട്ടുള്ള എൻ്റെ ബന്ധം വിച്ഛേദിക്കാനാണ്, പരസ്യമായി പറയാനാണ്, ജനങ്ങളോട് പറയാനാണ് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് അത് പറയാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിക്കാൻ ഞാൻ വേണ്ടി വന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് ഇതിനെ ഞാൻ പ്രതിഷേധിക്കും. ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, സ്വാഭാവികമായിട്ടും നമ്മുടെ സഹകരണ ഭാഗത്ത് നിന്ന് വരാൻ വേണ്ടി പോകുന്ന കാര്യമുണ്ട്. അങ്ങനെയാണ് പഠിക്കുന്നത്, പാർലമെൻ്ററി വ്യാമോഹി അതാണല്ലോ ഇനി പറയാം. എനിക്ക് വയസ്സ് 75 കഴിഞ്ഞു. അടുത്ത പാർട്ടി കോൺഗ്രസ് കൂടി ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് വിട്ടുകണ്ട ആളാണ്. ഇപ്പോൾ പാർലമെൻ്ററി വ്യാമോഹം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സ്ഥാനം മോഹിച്ച് ഒരു നേതാവിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. എന്നെ മെമ്പറാക്കണം, എന്നെ MLA ആക്കണം, എനിക്ക് ചെയർമാൻ സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ വളരെ ആരാധ്യരെന്ന് കരുതുന്ന വളരെ വേണ്ടപ്പെട്ട ആളോട് ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയുമല്ല, എനിക്കിനി പാർട്ടി സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ എനിക്കൊരു സ്ഥാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ പല സ്ഥാനങ്ങളും ഇല്ലെന്ന് ഇപ്പോൾ ഇന്ന് ഞാൻ കേട്ടു, ചില ആളുകൾ പ്രചരണം നടത്തുന്നത് മാഷക്ക് എത്ര സ്ഥാനങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ കിട്ടിയ സ്ഥാനം എന്താ നിങ്ങളറിയാം, നിങ്ങളും അറിയണമല്ലോ. എന്നറിയോ, ഒന്ന് ബാങ്ക് പ്രസിഡന്റ്, അതായത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും, GPR ജില്ലാ സെക്രട്ടറി ആയിരിക്കും, കണ്ണൂർ കാർഷിക ബാങ്കിൻ്റെ പ്രസിഡന്റ്. ബാങ്കിൻ്റെ പ്രസിഡന്റാകാൻ ഏരിയ സെക്രട്ടറി ഒന്നും വേണ്ട, ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ എത്രയോ ബാങ്ക് പ്രസിഡന്റുമാരാണ്. എനിക്ക് കിട്ടിയൊരു ബാങ്ക് പ്രസിഡന്റ്. പിന്നെ കിട്ടിയെന്താ അറിയോ, അതൊന്നും തന്നെ ക്ലേസ് ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാൻ. എന്താ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു ദിവസം പോലും ജോലിയില്ല, തൊഴിലാളികൾ പട്ടിണി, ആത്മഹത്യയുടെ വക്കിൽ, ആരും എടുക്കാൻ തയ്യാറില്ലാണ്ടിരിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത്, നിങ്ങൾ ഈ ചൈനാക്കളതിൻ്റെ ചെയർമാനായി ചുമതല എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ മടിച്ചു, ഞാൻ എടുത്തിട്ടില്ല. ഒരു മാസം ഞാൻ ചുമതല എടുക്കാൻ തന്നു. അപ്പോൾ ആരാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ എല്ലാം ഒഴിഞ്ഞു നിന്നാൽ ശരിയാവില്ല, കാരണം എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിലേക്ക് നോക്കിയിട്ട് ആ കഥ അറിയുന്ന ആരെങ്കിലും നിങ്ങളോട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞാലാണ്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞ ആളാണ്, ഒരു കാരണവശാലും ഞാൻ മത്സരിക്കില്ല പറഞ്ഞതാണ്. എന്നിട്ടാണ് കുറ്റിയാട്ടിലെ നാണുവിനെ അവിടുന്ന് നിർത്തിയിട്ട് മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറാക്കിയിട്ടില്ല. ഞാൻ ഒരു കാരണവശാലും ഞാൻ ഉണ്ടാവില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതിലും വേറെ പ്രശ്നമുണ്ടെന്ന് ഞാനിപ്പം പറയുന്നില്ല. ഞാനതിന് ഒരു തരത്തിലും അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വ്യാമോഹം ഉണ്ടെന്ന് ഇപ്പം പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും അറിയാം, ഈ കണ്ണൂരിലെ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു ആഗ്രഹം പ്രവർത്തിക്കുക. ചൈന ക്ലയിൽ ഇത് വന്നു, ചൈന ക്ലയിൽ ഇത് പോയി ചാർജ് എടുത്തു. അവസാനം ചേരാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വഴങ്ങി, ചാർജ് എടുത്ത് നോക്കി. ഇന്ന് ചൈനാക്കളെ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലാഭം കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. ആക്കി ഞാൻ തന്നെയാണ്. അവിടെ ഇന്ന് കാണുന്ന പുരോഗതി എല്ലാം, വികസനം എല്ലാം എൻ്റെ കാലത്തുണ്ടായിരുന്നു. ഞാൻ അന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. അവരവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം, ഞാനിത് നല്ല നിലയിലാക്കും, എല്ലാവരും ബേജാറുണ്ട്, നിങ്ങൾക്കെല്ലാം തൊഴിലുണ്ടാവും, നമുക്ക് കൂടുതലായി തൊഴിലും കൊടുക്കാൻ കഴിയും, ഒന്നും ബുദ്ധിമുട്ടണ്ട എന്നൊക്കെ സമാധാനിപ്പിച്ചു. ആ പറഞ്ഞ പോലെ ഞാൻ എന്നിട്ട് പറഞ്ഞവരോട്, ഞാനിത് പിരിയിൽ നിങ്ങൾക്ക് ശമ്പളം വഹിക്കുമ്പോൾ നടപ്പിലാക്കി തരും എന്ന് പറഞ്ഞ് അതിനുവേണ്ടി നല്ല ശ്രമം നടത്തി. നല്ല സ്ഥാപനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെട്രോൾ പമ്പ് മാത്രമല്ല, നിങ്ങൾ IT നോക്കിയിട്ടുണ്ടോ, അവിടുത്തെ IT ഹബ്ബ് നോക്കിയിട്ടുണ്ടോ, അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ വിജയനെ വിളിക്കാൻ വേണ്ടി വിജയനെ പറഞ്ഞു, എന്ത് ചൈനാക്കളെ എന്ത് IT എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പരിഹാസത്തോടിട്ട് വിട്ടു. അത് വലിയ സ്ഥാപനമാണ്. അവസാനം IT വകുപ്പിൻ്റെ ആളുമായിട്ട് ശിവശങ്കരൻ്റെ അന്ന്
ആലോചിച്ചപ്പോൾ അത് വലിയ സ്ഥാപനമാണെന്ന് ചേട്ടൻ ഉദ്ഘാടനത്തിൽ വന്നു, പിണറായി വന്നു ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ അതൊരു വലിയ സ്ഥാപനമായി കണ്ടു. അവിടെ തന്നെ പ്രസംഗിച്ചു, ഇതൊരു വമ്പ് സ്ഥാപനമാണ്, ഇത് വലിയ സ്ഥാപനമാണ്. ഹോക്കരട്ടി യൂണിറ്റ് ഇതും പിണറായി തന്നെ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ അവിടുത്തെ പിന്നെ ഈ ചകരി ഫാക്ടറി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യവും അവിടെ കൊണ്ടുവന്നു. അവിടെ ഏറ്റവും നല്ലൊരു സ്ഥാപനമായിട്ട് മാറി ആ ചൈന കടയാണ്. പിന്നീട് അത് കഴിഞ്ഞ് വന്നു, എനിക്ക് തന്നു എന്ന് പറയുന്നുണ്ടല്ലോ, വലിയ സ്ഥാനം തന്നു എന്ന് പറയുന്നത് എൻ.വി.ൻ്റെ അവസ്ഥ നിങ്ങൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ 6 മാസമായി ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് എൻ്റെ ഒരു കുറവുകൊണ്ടല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചില സ്ഥാപനം പൊളിഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തിന് തന്നിട്ടുണ്ട്. അതാണ് മാഷക്ക് കിട്ടിയിട്ടില്ല സ്ഥാനം എന്നൊക്കെ ചോദിക്കുന്നത്. അതിൽ നിനക്ക് പരാതിയില്ല. എനിക്ക് സ്ഥാനം കിട്ടാതെ തന്നെ ഒരിക്കലും ഞാൻ പരാതിപ്പെട്ടിട്ടില്ല, എനിക്ക് പരാതിയുമില്ല. ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുവന്ന് തൃപ്തനാണ് ഞാൻ. പക്ഷേ ഈ ഒരു അനീതി കാണുമ്പം എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനല്ലെങ്കിൽ എൻ്റെ ഭാര്യ, എത്രയോ സഖാക്കളുണ്ട് തളിപ്പറമ്പിൽ, അയാളുടെ ഭാര്യയേക്കാൾ യോഗ്യരായിട്ടുള്ള എത്രയോ സഖാക്കൾ തളിപ്പറമ്പിലുണ്ട് അവിടെ മത്സരിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവിടെ വനിത വേണമെന്നുണ്ടെങ്കിൽ വനിതാ സ്ഥാനം വനിതകൾക്ക് വേണമെങ്കിൽ സെക്രട്ടറി ലൈബ്രറി മന്ത്രി അങ്ങനെ സുഖം നിൽക്കട്ടെ, ആ പേര് പോയിട്ടില്ലല്ലോ. അത് എന്നിൽ നിന്ന് എൻ്റെ ഭാര്യയിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ആ നിയന്ത്രണം മുഴുവൻ, ഈ പറയുന്ന കാര്യത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഞാൻ നേരിട്ട് നടത്തുന്നതിന് പകരം ഈ ഭാര്യയെ മുൻനിർത്തി നടത്താന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വനിത വേണമെങ്കിൽ എത്രയോ യോഗ്യതയില്ലേ സുകന്യ, നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന 2 ആൾ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കണം. അതിനെതിരെ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നെൻ്റെ പാർട്ടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കിയിട്ടുള്ള എൻ്റെ സഖാക്കൾ നേതാക്കന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ജനങ്ങളോട് പറയുന്നു, ഈ പ്രവണത അവസാനിച്ച് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഈ പ്രവണത അവസാനിപ്പിക്കാൻ കഴിയണം. അതിന് ഏതറ്റം വരെയും പോകണം. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെയാണ് ഇതിൻ്റെ പോരാട്ടം ഇനിയും തുടരുക. അതിന് ഈ രീതിയിൽ സ്വീകരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണമാകുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എടുക്കുന്ന നിലപാടാണ്. അങ്ങനെയല്ലേ? അതിന് കുറെ ഗൂഢാലോചനയുടെ ഭാഗമായി അല്ലെങ്കിൽ കുറെ ആളുകളെ ചേർത്തുകൊണ്ട് ഒരു ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം നടത്തി. ഇതാണ് ഇത് കണ്ണികളായിരിക്കാം. അല്ല, അത് മാത്രമല്ല, ഈ ഒരൊറ്റ കാരണമെങ്കിൽ നമുക്ക് ആ ഒരു കാരണത്തിൽ ചുരുക്കാം. ഒരാൾക്ക് അങ്ങനെ മോഹം വന്നു, അയാൾ ഭാര്യമാവണം. ഇതല്ല, പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവണത എന്താണ്? ഒന്ന് അഴിമതിയെയും മൂടി വെക്കുക, അഴിമതി നടത്തിയ ആളെ സംരക്ഷിക്കുകയും അഴിമതി ചോദ്യം ചെയ്ത ആളുകളെ ക്രൂശിക്കുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് അഴിമതിയെ സംരക്ഷിക്കലാണ്. മറ്റൊന്ന് സ്വജനപക്ഷപാതം, കുടുംബാധിപത്യം, സ്വജനപക്ഷപാതം, ഇത് കൊണ്ടുവരിക. അതും എന്തിനാ? അതിൻ്റെ പിന്നിലും അഴിമതിയാണ്. ഉറപ്പിച്ചോർ ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ വെച്ചോ, അതിൻ്റെ പിന്നിലും അഴിമതിയാണ്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എൻ്റെ കുടുംബത്തിനെ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അത് കേവലം ഈ രാജ്യത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയാലോ, ഇവിടെ എനിക്ക് ജനാധിപത്യ വിപ്ലവത്തിന് എൻ്റെ ഭാര്യ MLA ആയാലേ സാധിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതിനേക്കാളും യോഗ്യരായിട്ടുള്ള എത്രയോ ആളുകളുണ്ടല്ലോ. ഇല്ലല്ല, പാർട്ടി സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല, അയാൾ അതെല്ലാം കേട്ടു. അങ്ങനെ അതായത് അവിടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് എൻ്റെ യോഗ്യത, എന്താ യോഗ്യത എന്താ? ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. ഈ പേരിൽ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ചർച്ച ചെയ്യാലോ, ഞാൻ ആവാനേ പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു അത് സ്ത്രീ ആയിരിക്കണം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് സുകന്യ ആയിക്കൂടാ? ഇനി അങ്ങനെ വേണമെങ്കിൽ ശൈല ടീച്ചർ മട്ടൻ്റെ മത്സരിക്കുന്നില്ല, എന്നാൽ ശൈല ടീച്ചർക്ക് തലപ്പിൽ മത്സരിച്ചൂടെ? എന്തിനാ ശൈല ടീച്ചർ പേരവരെ കൊണ്ടുപോയി? അതിന് ഉത്തരം പറയേണ്ടവർ ഒതുക്കനോ ഇനി ശരിപ്പെടുത്തലോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തിനു കൊണ്ടുപോയി? ശൈലജ ടീച്ചർ 2, 3, 4, 5 തവണ മത്സരിച്ച ആളാണ്. അങ്ങനെ മത്സരിച്ച ടീച്ചർ വീണ്ടും മത്സരിക്കുന്നു. എന്തിനാ മത്സരിക്കുന്നത്? അങ്ങനെ മത്സരിക്കുന്ന മട്ടത്തിൽ മത്സരിച്ചാൽ പോലെ. പിന്നെ ഇതിൻ്റെ പേര് അവർ പിടിച്ചെടുക്കാനാണ്. പിടിച്ചെടുക്കാൻ എങ്ങനെയാ? ഈ 75 വയസ്സായ എന്നെ ശൈല ടീച്ചർ കൊണ്ടുപോയിട്ട് ഇത് പിടിച്ചെടുക്കുക. എനിക്കും ടീച്ചർക്ക് 10-72 വയസ്സായിട്ടുണ്ടാവും. ഞങ്ങളുടെ മുമ്പിൽ ഒരു ജില്ലാ കമ്മിറ്റിയിലൊക്കെ KSYP ഉണ്ടായിരുന്നവരാണ്. ഭാസ്കർ മാഷിന്
അപ്പോൾ അല്ല എന്തുകൊണ്ട് എന്തിന് ശൈല ടീച്ചറെ പേര് അവരെ കൊണ്ടുപോയി അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം എന്താ കാരണം അറിയാം. ഞാൻ ടീച്ചറൊക്കെ അങ്ങനെ ടീച്ചർ ഈ ഗവൺമെൻറ്റിൽ വേണം, അല്ലെങ്കിൽ ഈ ടീച്ചർ MLA നിയമസഭയിൽ വേണം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ടീച്ചറെ മട്ടത്തിൽ തന്നെ നിലനിർത്താം. ഇനി അതല്ല തളിപ്പിൽ വേണമെങ്കിൽ വിജിൻ യൂത്തിൻ്റെ ഒക്കെ എന്താ നമ്മളെ യൂത്തിൻ്റെ നേതാവാണ്, അവനെ വേണമെങ്കിൽ തളിപ്പിൽ കൊണ്ടു നിർത്താം. ഇതൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ടീച്ചർ അവിടെ നാട് കടത്തുകയും എൻ്റെ ഭാര്യ എന്നെ ഇവിടെ നിൽക്കണമെന്ന് പറയുകയും ചെയ്യുന്ന നീതി എന്താണെന്ന് എൻ്റെ ചോദ്യം. അതിനാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത്. അറിയാവുന്ന ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി. ജില്ലയിലെ പ്രത്യേക താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോ മാഷിന്റെ ഇതിൽ തന്നെ അഭിസംബോധന വിജയേട്ടനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടും ഇതിനൊക്കെ മൗനാനുവാദം നടത്തുക, പാർട്ടി സെക്രട്ടറിയുടെ ഇത്തരം ചെയ്തികളൊക്കെ അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇതിനൊക്കെ മൗനാനുവാദം നൽകുകയാണ്. അതായത് അതിൽ പിണറായി കരുത്തനായ നേതാവാണ്. പിണറായിൻ്റെ കരുത്ത് തന്നെയാണ് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു സംശയം ആർക്കില്ല, എനിക്കും ആ കാര്യം സംശയമില്ല. പക്ഷേ ആ പിണറായി, കരുത്തനായ പിണറായി, എനിക്ക് പിണറായി ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ ഏരിയ സെക്രട്ടറിയാണ്, അത്രയും ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടല്ലോ. അങ്ങനെയുള്ള കരുത്തനായ സംഘടനാ തത്വങ്ങൾ കൃത്യം പാലിക്കുന്ന, അതിൻ്റെ ചിട്ടതകൾ പാലിക്കുന്ന സഖാവ് പിണറായി എങ്ങനെയാണ് ഇതിന് കൂട്ടുക എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പോകാൻ ഇടയായിട്ടുള്ളൊരു കാരണം എന്താ, പിണറായിയെ പോലെ കരുത്തനായ ഒരു നേതാവ് ഈ നീതികേടിന് എങ്ങനെ കൂട്ടുന്നു, എന്തിന് കൂട്ടുനിന്നു എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്ന ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള മറ്റ് നേതാക്കളുടെ ഒക്കെ നിലപാട് എന്താണ്? മാഷ് എടുക്കുന്ന പോലെ നിലപാടെടുക്കുന്ന ആളുകൾ ആ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഞാൻ പല സഖാക്കളും ഇതിനോട് നിലപാട് സ്വീകരിച്ചവരെ, എതിർ നിലപാട് സ്വീകരിച്ചവരാണ് എല്ലാവരും. 2-3 ആൾ മാത്രം 2-3 ആൾ മാത്രമാണ് ഇതിനെ അനുകൂലിച്ചില്ല, മറ്റെല്ലാവരും എതിർക്കുക. പക്ഷെ അവരാരും എന്നെ പോലത്തെ നിലപാടിലേക്ക് വന്നിട്ടില്ല, വരണമെന്ന് ഞാൻ പറയുകയും ചെയ്യില്ല. ഞാൻ ഇതിന് എതിർക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും ഫൈറ്റ് പലരും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു മാഷ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, മാഷേ നിങ്ങളുടെ പ്രസംഗം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഈ ക്ലാസ് ജനങ്ങളോട് എടുക്കണം, നിങ്ങളത് ക്ലാസ് പാർട്ടിയിൽ എടുത്തോ. ജനങ്ങളുടെ പ്രസംഗത്തിന് എന്തുകൊണ്ട് ആരും നിങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളുണ്ട്, ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കുള്ള കൺഫ്യൂഷൻ തീർക്കലാണ് നമ്മളെ പ്രസംഗം. അതായത് വിവരിക്കുന്നുണ്ട്. പക്ഷേ നല്ല ഇവരെല്ലാം എന്നെ ഇത് പഠിപ്പിക്കണം, ഇത് പഠിപ്പിക്കണം, താത്വികമായി കുറെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ താത്വികമായി പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു താത്വികമായി പഠിപ്പിക്കൽ പാർട്ടിയിൽ പഠിപ്പിക്കാം, ജനങ്ങളെ താത്വികം, ജനങ്ങൾക്കുള്ള സംശയം തീർത്ത് വരും. ഞാൻ മാഷുമായി തർക്കായി ഞാൻ പറഞ്ഞ ഞാൻ നിൽക്കുന്നു, നിങ്ങളെ പറയുന്നു. അങ്ങനെയുള്ള ചില തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലുണ്ട്, എനിക്ക് വേണ്ടി വന്നാൽ ഞാൻ മത്സരിക്കും. ഇപ്പോൾ തീരുമാനം മത്സരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇപ്പം നമ്മൾ ഒരാളുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല. പക്ഷെ ഞാൻ മത്സരിക്കും. എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, പാർട്ടി സഖാക്കൾ ചോദിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വെളിയിലുള്ള ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ഇതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ വിയോജിപ്പിൽ ഞാനൊരു മൂലക്ക് കൂടി ഞാൻ എന്താ എല്ലാവരും പറയുന്നത് നിങ്ങൾ അതിൽ പോയി കൊണ്ടാണ് മൂലക്ക് ഇരുന്നാൽ പോലെ ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. അതിന് ഞാൻ ശക്തിയായി പ്രതിഷേധിക്കും. പ്രതിഷേധം ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ഏതറ്റം വരെ അത് മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അതിലൊരു കാര്യമുള്ളത്, ഞാൻ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ UDF എന്നെ പിന്തുണക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ UDFിൻ്റെ പിന്തുണയും ഞാൻ സ്വീകരിക്കും. വേറെ ഏതെങ്കിലും ആളുകൾ പിന്തുണക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഏതെങ്കിലും ഗ്രൂപ്പോ വിഭാഗമോ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് സ്വീകരിക്കും. വർഗീയ ശക്തികളുടെ പിന്തുണ ഞാൻ സ്വീകരിക്കും. പ്രശ്നം മാഷ് പറയുന്നത് ഇപ്പം പാർട്ടിക്കെതിരെയാണോ മാഷിന്റെ പ്രശ്നം, അതോ പാർട്ടിയിലെ ചിലർക്കെതിരെയാണോ? ഇനിയിപ്പോ മാഷ് UDFിന്റെ പിന്തുണ തേടി മത്സരിക്കുകയാണെങ്കിൽ ഇത്രനാളും മാഷ് പറഞ്ഞതിനൊക്കെ വിരുദ്ധമായിരിക്കില്ലേ? തീർച്ചയായിട്ടും. അതായത് UDFിൻ്റെ പിന്തുണ തേടുകയല്ല, എൻ്റെ ഈ നിലപാടിനോട് UDF യോജിക്കാമെങ്കിൽ അവരെയൊക്കെ പിന്തുണ തരികയാണ്. ഇനി UDF അല്ല, CPMൽ കുറേ ആളുകളുണ്ട് മാഷ് ഉയർത്തിപ്പിടിക്കുന്ന ഈ നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞ് CPM എന്ന ആളുകൾ പിന്തുണച്ചാൽ ആ പിന്തുണയും ഞാൻ സ്വീകരിക്കും. ഒരു കാര്യം സ്വീകരിക്കാതിരിക്കും. അതിലുള്ള വർഗീയ ശക്തികൾ അവർ പിന്തുണയായിട്ട് വന്നില്ല, പക്ഷേ അവരിലെ ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ പിന്തുണയായിട്ട് വന്നാൽ ആ പിന്തുണ ചെയ്യുക. അപ്പോൾ ആർക്കും എന്നെ പിന്തുണക്കാം, ഇതിനോട് വിയോജിപ്പുള്ള ആർക്കും
പിന്തുണക്കാം. ആ പിന്തുണ ഇല്ല, BJPയുടെ പിന്തുണ അങ്ങനെ സ്വീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, വർഗീയ ശക്തികളുമായിട്ടുള്ള പിന്തുണ സാദിന്റെ മരണത്തിന് പിന്നാലെ ഈ PK ശ്യാമളയ്ക്കെതിരെ ഉചിതമായി അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണോ മാഷ് P ജയരാജനുമൊക്കെ ഈ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായിരുമായത്? അതൊരു കാരണമാണ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PC ലിംഗി അതിൽ പ്രതിയാകുകയും അവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയും അവരെ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് മാറ്റുകയും ചെയ്തു. സമാനമായി അവിടെ ആന്തൂരിൽ സാധ്യത ഉണ്ടാകുന്നു. അതിൽ മറ്റൊരു നയം പാർട്ടിക്ക് ഇരട്ടക്കപ്പാണ് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ആ നയം രണ്ടും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് കാണാൻ വേണ്ടി കഴിയും. കാരണം എന്താ, ഈ സാജൻ ആത്മഹത്യ, സാജൻ എന്ന് പറഞ്ഞൊരു വിദേശ വ്യവസായിയാണല്ലോ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കും. നമുക്കെല്ലാം വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ് സാജൻ. ആരെങ്കിലും സാജനെ ബന്ധപ്പെടുന്നവരല്ല, നല്ല വ്യക്തിബന്ധം വെക്കാൻ പറ്റുന്നൊരു കൂട്ടത്തിലുള്ള ഒരാളാണ് സാജൻ. അപ്പോൾ ആ സാജൻ്റെ മരണം വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു നിമിത്തമായി പറയുന്നത് ഈ മുനിസിപ്പാലിറ്റി നമ്പർ കൊടുക്കാത്തതാണ്. നമ്പർ കൊടുക്കാത്തതിനെ കുറിച്ച് നമ്പർ കൊടുക്കാതിനായാലും നമ്പർ കൊടുക്കാതെ പ്രശ്നങ്ങളുണ്ടാവും. ഇല്ല, നമ്പർ കൊടുക്കാൻ പറ്റില്ല, മുനിസിപ്പൽ ചെയർമാൻ വിചാരിച്ചാൽ നമ്പർ കൊടുക്കാൻ കഴിയില്ല. പക്ഷേ മുനിസിപ്പൽ ചെയർമാൻ്റെ കാര്യം ചെയ്യണം, എന്താണ് ആ നമ്പർ കൊടുക്കാതിരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് എന്താണ്, എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യുക എന്ന് ഈ സാധനം വിളിച്ച് പറയണം. സാജ ഇന്ന പോരായ്മ ഇതിനുണ്ട്, അത് റെക്ടിഫൈ എങ്ങനെ ഇന്നതൊക്കെ ചെയ്യണം. അവരെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയണം, ഇത് റെക്ടിഫൈ ചെയ്യണം. നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടല്ലോ പല കെട്ടിടങ്ങളും, അങ്ങനെ റെക്ടിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യുന്ന സാധനം കൊണ്ട് ചെയ്യിക്കല്ലേ വേണ്ടത്. ഞാൻ ഈ കസേലയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് കയറില്ല എന്നുള്ള ധിക്കാരം പറയല. അതിലല്ലേ സാധനം നീ ഇതൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള എത്തിയത്. ഈ സാധന മരണത്തിന് പിന്നാലെ തന്നെ നഗരസഭ ഓഫീസിലെ ചില രേഖകളൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞിരുന്നു. സ്വാഭാവികമായും വളരെ ഗുരുതരമായിട്ടൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു ഔദ്യോഗിക രേഖകളൊക്കെ ഈ PK ശ്യാമളയുടെ നേതൃത്വത്തിലാണ് നശിപ്പിക്കപ്പെട്ടത്. അത് അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അത് PK ശ്യാമള ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചെയർപേഴ്സണെ രക്ഷിക്കാൻ ഏത് ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അവിടെ രേഖയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പോലീസ് പോകുമ്പോൾ അത് ശ്യാമളയുടെ അറിവോട് കൂടിയാണോ മറ്റാരുടെ അറിവോട് കൂടിയാണോ എന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം MP ഗോവിന്ദൻ സംരക്ഷണം, MP ഗോവിന്ദൻ മാഷ പാർട്ടി ലീഡറാണ്. ശ്യാമള പിന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണാണ്, ഇപ്പം മാഷയുടെ ഭാര്യയാണ്. സ്വാഭാവികമായിട്ടും ഒരു ആപത്ത് സമയത്ത് വന്നാൽ അയാളെ സഹായിക്കേണ്ട വരുമല്ലോ. അതിനിപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. എന്നൊന്നും ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നില്ല. കാരണം അതിൽ കുറേ കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ മത്സരിക്കുന്നതും കൂടെ പറയുന്നൊരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ പാർട്ടി ജില്ലയിൽ നേരത്തെ വലിയൊരു ആരോപണം ഈ പയ്യന്നൂരിലെ ധനരാജ് രക്ഷസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഏരിയ കമ്മിറ്റി ഓഫീസർമാർ തട്ടിപ്പ്, അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മിറ്റി ഫണ്ട് തട്ടിപ്പൊക്കെയാണ്. പാർട്ടിക്കകത്ത് ശ്രീ PK ഗോവിന്ദന് ഒരു അഭിപ്രായമുണ്ട്, അത് പാർട്ടിയുടെ അഭിപ്രായം. പാർട്ടിക്ക് പുറത്തു വരുമ്പോൾ താങ്കളുടെ ബോധ്യം എന്താണ്? ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ട്. അതെ, എന്തായാലും ബോധ്യത്തിൻ്റെ പ്രശ്നം എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ഫണ്ട് മുഴുവൻ കൈകാര്യം ചെയ്ത് അവിടുത്തെ പാർട്ടി കമ്മിറ്റികളാണ്. അന്ന് ഈ മധുസൂദൻ സെക്രട്ടറിയാണ്. ആ കമ്മിറ്റികളാണ് കൈകാര്യം ചെയ്തിട്ട് ആ കൈകാര്യം ചെയ്തതിൻ്റെ ഇടയിൽ പിന്നെ എന്താ പറയുക, മറ്റേ കോവിഡൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ചില ആർദാവസ്ഥകൾ ഉണ്ടായിരുന്നു. അതിൽ ചില അവ്യക്തതയൊക്കെ ഉണ്ടായിരുന്നില്ല. കുഞ്ഞികൃഷ്ണൻ വെക്കുന്ന കണക്ക് ഈ നിലം വിളിച്ചത് കുറേ ഫണ്ട് മോഷ്ടിച്ചു എന്നാണ് കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണം. അത് അവർക്ക് മാത്രമേ പറയാൻ കഴിയൂ. അത് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. അത് ബഹുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പാർട്ടി നേതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ല അതിലെന്താ ആ പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ ബഹുജനങ്ങൾക്കും പാർട്ടിക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാ മധുസൂദനെ ഒരു വർഷം സെക്രട്ടേറിയറ്റിന് ഒഴിവാക്കി നിർത്തി? ഒരു പാർട്ടി നേതാവ് കണക്ക് അവതരിപ്പിക്കാൻ വൈകിയാൽ ആരെങ്കിലും നടപടികളുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷം കഴിഞ്ഞ 2 വർഷമായി പോയി. കണക്ക് അല്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. ഒരു കണക്ക് അവതരിപ്പിക്കുന്നതിന് കാലതാമസം വന്നു പോയി എന്നതുകൊണ്ട് ഇത്രയും വലിയൊരു നടപടി സ്വീകരിക്കുമോ? അപ്പോൾ ആ കണക്കിൽ അവ്യക്തി ഉണ്ട് എന്നുള്ളത് ഇല്ലല്ലേ? എങ്ങനെയല്ലേ കുഞ്ഞികൃഷ്ണൻ്റെ പിന്നെ ഏരിയ സെക്രട്ടറി എന്താ ഒഴിവാക്കിനി? മറ്റു കാരണമല്ല, അവിടെ വലിയ വിഭാഗം വന്നപ്പോൾ ഇനിയും കൂടി ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അങ്ങോട്ട് ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണൻ എന്താ അനുഭവം?
കുഞ്ഞികൃഷ്ണന് മാഷിന്റെ ഒരു പിന്തുണ ഉണ്ടോ? അതെ, കുഞ്ഞികൃഷ്ണന് മാഷിന്റെ കുഞ്ഞികൃഷ്ണന്റെ വിഷയവും ഈ ഞാൻ പറഞ്ഞ വിഷയവും തമ്മിൽ ഒരു ബന്ധമില്ല. കുഞ്ഞികൃഷ്ണന്റെ വിഷയം എന്താ? കുഞ്ഞികൃഷ്ണൻ ഫണ്ട് വെട്ടിപ്പും കാര്യമാണ് കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. ആ ആരോപിക്കുന്നതിൽ കുഞ്ഞികൃഷ്ണന്റെ വിശ്വാസം എന്താ? ഇതിൽ വ്യക്തതയില്ല, ഇതിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കുഞ്ഞികൃഷ്ണന്റെ വിശ്വാസം. അതിലുള്ള തെളിവുകൾ കുഞ്ഞികൃഷ്ണന്റെ അടുത്തുണ്ട്. ഇതൊന്നും നമ്മളുടെ അടുത്ത് വെക്കേണ്ട കാര്യമില്ല, നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മൾ DC ഓഫീസ് എടുത്തു, കോടിക്കണക്കിന് ഗ്രൂപ്പ് എലിവേറ്റാണല്ലോ, ഞാനാണ് അതിൻ്റെ A-Z കാര്യങ്ങൾ അവസാനം എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും മെനക്കെട്ട് നിങ്ങൾ നമ്മൾ DC ഓഫീസ് എടുത്തിട്ട് ഒരാക്ഷേപമില്ലായിരിക്കും. സ്വജനപക്ഷപാതത്തിന് പുറമെ അഴിമതി സംശയിക്കുന്നവരെ എന്താണ് കാര്യം പറയുക? ഏത് തളിപ്പറമ്പിലെ ശ്രീമതിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സ്വജനപക്ഷപാതം അത് അതിൽ എന്താണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ എന്താ കാരണം എന്ന് വെച്ചാൽ, എന്തിനാണ് മാഷ് ആരാണ്? ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ടോപ്പിലെ നേതാവാണ് ആര്? മാഷ്. അയാളെ ഭാര്യയ്ക്ക് MLA ആയിട്ടില്ലെന്താ? അയാളെ ഭാര്യ MLA ആയിട്ടില്ലെന്താ? അയാളല്ലേ ഈ പാർട്ടി ആകെ നയിക്കുന്നത്, ഗവൺമെന്റ് നയിക്കുന്ന അയാളല്ലേ. അയാളെ ഭാര്യ MLA ആയിട്ടില്ലെന്താ? പക്ഷേ ശ്യാമൾ ടീച്ചർക്കെതിരെയുള്ള എതിർപ്പ് എത്രമാത്രം ശക്തമാണ്. ആദ്യം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ആ പ്രചരണം വന്നു മനസ്സിലാക്കിയെടുത്തോളൂ. ഞാൻ ഈ ചോദ്യം ഉണ്ടല്ലോ, എന്താണ് ഇയാൾ ഇത്രയും ഈ പാർട്ടിയിലെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ തന്നെ നയിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും നേതൃത്വത്തിലിരിക്കുന്ന ഗോവിന്ദ മാഷ് എന്തിനാണ് എൻ്റെ ഭാര്യ MLA ആയിട്ട് വേണമെന്ന് വാശി പിടിക്കുന്നത്? ഈ വിമർശനം വരുമ്പോൾ അയാൾ പറയണ്ടേ? മാറ്റി നിർത്തുന്നു പറയണ്ടേ? അതും കൂടെ ഒന്നും കൂടെ പറഞ്ഞ് കേട്ടോ നിങ്ങൾ. എനിക്കൊരു അനുഭവമുണ്ട്. സഖാവ് ചടയനുണ്ടായിരുന്നു ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയായിട്ട്. സഖാവ് ചടയൻ അവിടെ ബാങ്കിലെ നിയമനത്തിൽ സഖാവ് ചടയൻ്റെ മോൻ അപേക്ഷകനുണ്ടായി. ചർച്ച വന്നപ്പോൾ കാര്യമായി ചർച്ച നടന്നപ്പോൾ ചടയൻ ഇടപെട്ടു. ചടയൻ പറഞ്ഞു, മോന് കൊടുക്കണ്ട, എൻ്റെ മകന് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് വേറെ ആൾക്ക് കൊടുത്ത് പാരമ്പര്യമുള്ള പാർട്ടിയാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ടെങ്കിൽ ഈ ഗോവിന്ദമാഷ് പറയണ്ടേ, ശ്യാമളക്ക് കൊടുക്കണ്ട, എൻ്റെ ഭാര്യ കൊടുക്കണ്ട. കാരണം ഇയാളല്ലേ ഈ പാർട്ടിയാകെ നയിക്കുന്നു. പിന്നെന്താ ഇയാൾ ഇവരെ MLA ആയിട്ടില്ല? അപ്പൊ എന്താ ഊഹിക്കുക? അയോഗ്യത എന്തെന്നുള്ളൊരു ചോദ്യമാണ് നീലൊക്കെ ചോദിക്കുന്നത്. കാരണം അത് SFIയിലൂടെ വന്നതാണ്. കോളേജ് ചെയർപേഴ്സൺ ആയിരുന്നു. DYFയിലും CPMലും ഒക്കെ പ്രാദേശിക തലത്തിൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ്. MV ഗോവിന്ദന്റെ ഭാര്യ ആയതാണോ PK ശ്യാമളയ്ക്കുള്ള അയോഗ്യത? ഒരിക്കലും അല്ല. ഗോവിന്ദ മാഷ ഭാര്യയായപ്പോയതുകൊണ്ട് ഉള്ള ഗോവിന്ദ മാഷ ഭാര്യ എന്നുള്ളതല്ല യോഗ്യത. ടീച്ചർ SFIയിൽ വന്നു മറ്റു വന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കൃപയിൽ വന്നിട്ടുണ്ടാവും, ഉണ്ടാവും, കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നു, വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ സ്കൂളിൽ കഴിഞ്ഞു പിരിഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അങ്ങനെ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ടും അവസാനം വളണ്ടിയർ റിട്ടയർമെൻറ്റ് എടുത്തിട്ടാണ് ടീച്ചർ. അങ്ങനെയല്ല, എല്ലാ കാര്യവും സ്വാഭാവികമായി പിരിഞ്ഞു. ഈ കാലങ്ങളിലൊക്കെ എന്ത് പ്രവർത്തന ചില വർഗഭോജന സംഘടനകളുടെ പ്രവർത്തനം എന്നുള്ളവരൊക്കെ എല്ലാ ടീച്ചറെ പോലെയല്ല എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചറെക്കാളും പ്രവർത്തിച്ചവരുണ്ട്. ലീവ് എടുത്ത് പോയിട്ട് ടീച്ചറെക്കാളും പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ അവരെ ഇവരെക്കാളും പ്രവർത്തിച്ച ഒട്ടേറെ ആളുകൾ വേറെയുണ്ട്. ടീച്ചർക്ക് ഗോവിന്ദ മാഷ ഭാര്യ ആയതുകൊണ്ട് ഒരു അയോഗ്യത. ടീച്ചർക്ക് ഒരു MLA ആയിക്കൂടെ? തീർച്ചയായിട്ടും ആവാം. MLA മത്സരിച്ചില്ല, മത്സരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ മത്സരിക്കാന്ന് പറയുമ്പം അത് ഞാൻ എണീറ്റ് പോകുമ്പോൾ തന്നെ ആ കസേൽ പിടിച്ചിട്ടുന്നുണ്ടോ? അതെന്താ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എത്തിയാൽ അത് മാഷക്കല്ല അതിൻ്റെ അന്തസ്. മാഷല്ലേ പറയണ്ട, അയാൾക്കല്ലേ അഭിമാനം എന്താ അവളെ വളർത്തുന്നുണ്ടാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഭിമാനം പണം നടത്തിയാൽ എത്തിക്കൂടെ? ഒഴിയുമ്പോഴാണ് അല്ലെങ്കിൽ പറയുന്ന പോലെ MV ഗോവിന്ദന്റെ ഭാര്യയായത് ഒരു അയോഗ്യത അല്ല എന്ന് പറയുന്നു. പക്ഷെ PK ശ്യാമളയെ ഉടനെ ഇരുത്തേണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്ന ചോദ്യം. പക്ഷെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ മാഷിയുടെ ഭാര്യ മലപ്പട്ടത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തൊട്ട് മുൻപ് തന്നെ അവിടെ നിന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ മാഷ് പറഞ്ഞു PK രമണി അവിടെ സ്ഥാനാർത്ഥി ആവണമെന്നില്ല, അല്ലെങ്കിൽ അവിടെ പഞ്ചായത്ത് ആവണമെന്നില്ല എന്ന് പറഞ്ഞു. യെസ്, പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അത് ഞാൻ പറയാം. എൻ്റെ ഭാര്യ ശ്യാമളേനേക്കാളും മുമ്പേ ഈ പാർട്ടിയിൽ വന്നിട്ടുള്ള ആളാണ്. മലപ്പുറത്ത് പിന്നെ മകള ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടും ശ്രീകണ്ഠ ഒരു ഏരിയ സെക്രട്ടറി ആയിട്ടും ശ്യാമള ഇടവ് സെക്രട്ടറി ആയിരുന്നതിൻ്റെ ആയിട്ടുള്ള ആളാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ കുറേ കാലം ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ചപ്പോൾ ഞാൻ ഏരിയ സെക്രട്ടറിയാണ്. ഏരിയ കമ്മിറ്റിയിലേക്ക് ആളെ എടുക്കേണ്ട കാര്യം വന്നപ്പോൾ രമണീൻ്റെ വരുമ്പോൾ ഞാൻ വന്ന് പറ്റില്ല, മറ്റു മകളാ സെക്രട്ടറി എടുത്ത്. ഇവിടെ എത്രയോ വർഷം ഏരിയ കമ്മിറ്റിയിൽ എടുക്കാതെ പ്രവർത്തിച്ചു. അന്നേരം നമ്മൾ വേലായുധൻ ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ആരോടും സംശയം വിളിച്ചു. വേലായുധൻ എന്നോട് പറഞ്ഞു, ഇത് ശരിയല്ല, ഇത്രയേറെ ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഖാവ്
നിങ്ങൾ ഭാര്യയായി പോയതെന്നതുകൊണ്ട് ഏരിയ കമ്മിറ്റിയിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് എന്ത് രീതിയാണ് അവർ തീരുമാനിച്ചു. അവസാനം എടുക്കാൻ തീരുമാനിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ പാടില്ല, വേണ്ട, മത്സരിക്കാൻ കണ്ട നിർബന്ധിച്ചിട്ടാണ് മത്സരിപ്പിച്ചത്. കോടിയേരി മരിച്ചുപോയെങ്കിലും ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുണ്ടാവും. ജില്ലാ പഞ്ചായത്തിലേക്ക് രമണീനെ മത്സരിപ്പിക്കാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു. ഞാൻ എതിർത്തു, ശക്തിയായിട്ട് എതിർത്തു. പക്ഷേ എന്നെ ശക്തിയായി പറഞ്ഞ് പറ്റില്ല, നിങ്ങളെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ കോടിയേരോട് പറഞ്ഞു, കേടി കോടിയേരിൻ്റെ യോഗത്തിൽ കോടിയേരിയുടെ ഞങ്ങൾ അത്രയും വ്യക്തി വന്ന കുടുംബം വന്ന കോടിയേരോട് പറഞ്ഞു, കോടിയേരി എൻ്റെ കുടുംബം താർന്നു പോകും, അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവാക്കി തരണം. അങ്ങനെ കോടിയേരിയുടെ വെട്ടിട്ട് ഒഴിവാക്കി എന്നിട്ടാണ് ടി എൻ ജോഷിൻ്റെ ഭാര്യനെ അവിടെ നിർത്തിയത്. പിന്നീട് ഇപ്പോൾ മലപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. മലപ്പുറം പഞ്ചായത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ് നേരം പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ്. മലപ്പുറം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി വന്നത് ഏരിയ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ഘട്ടത്തിലാണ്. വേറെ മലപ്പുറത്തെ സംബന്ധിച്ച് അറിയുന്നവർക്കറിയാം അത്രയും വലിയ കേഡേഴ്സ് ഒന്നും മലപ്പുറത്തില്ല. ഇന്ന് ഇത്രയൊന്നും പാർട്ടി നിർബന്ധിച്ചപ്പോൾ അതെ, അത് ശരി തന്നെ. എന്താ പറയുക, എൻ്റെ പാർട്ടി കുടുംബം ഒരു വലിയ പാർട്ടി കുടുംബമാണ്. എൻ്റെ മക്കൾ 3 പേരുണ്ട്. ഒരാൾ ഡൽഹിയിലാണ്, ഒരാൾ കൂടെ കണ്ണൂരുണ്ട്. ഗൾഫിലൊക്കെ പോയി വന്നിട്ട് കണ്ണൂരുണ്ട്. ഷാജൻ ചിലപ്പോൾ ഞങ്ങൾക്ക് പലർക്കും അത്ര എല്ലാവരും ഇടപെടുന്ന ഒരാളാണ്. ഞാൻ മൂത്തെടുത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മാഷാണ്. അവിടുത്തെ സബ് ജില്ലാ സെക്രട്ടറിയാണ്, പാർട്ടി മെമ്പറാണ്. ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനം അവിടുത്തെ പിന്നെ മറ്റേ KSTൻ്റെ ജില്ലാ സമ്മേളനം നടത്തിയ സെക്രട്ടറി. അങ്ങനെയൊക്കെയുള്ള അവരെന്ന് പറഞ്ഞു. ഞാൻ അവരോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ചോദിച്ചു നോക്കൂ. അവരോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പാർട്ടിയുടെ ശുപാർശയോടുകൂടി ജോലിയിൽ കയറാൻ നിങ്ങൾ ഒരാളും ശ്രമിക്കരുത്, നിങ്ങൾ സ്വന്തമായി ജോലി കണ്ടെത്തിക്കൊള്ളണം. അങ്ങനെയാണ് എൻ്റെ മൂത്തവൻ ഡൽഹിയിൽ പോയിട്ട് ജോലി പേടി, നടുക്കത്തവൻ ഗൾഫിൽ പോയിട്ട് പറഞ്ഞെല്ലാം തരപ്പഴി ഇങ്ങോട്ട് വന്നു. 3 പഠിച്ച് മൂത്തെടുത്ത് സ്കൂളിൽ എങ്ങനെ പ്രൈവറ്റ് സ്കൂളിൽ ചേരാമെന്നറിയാലോ, അല്ലെങ്കിൽ പാർട്ടിന് ശുപാർശയായിരിക്കില്ലല്ലോ. അങ്ങനെ ചേർന്നു. അങ്ങനെ ഒരു കാര്യത്തിൽ ഞാൻ ശുപാർശയില്ല. പിന്നെ എൻ്റെ ബന്ധുക്കളുടെ സ്ഥാനത്ത് ആരാ മരുമക്കൾ എന്ന് പറഞ്ഞില്ല. ഒന്ന് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സുലേഖയാണ്, എൻ്റെ മരുമകളാണ്. എൻ്റെ മരുമകൾ മാത്രമല്ല, നമ്മളെ മാധവ മാഷുണ്ടല്ലോ, ശ്രീകണ്ഠത്തിൽ കോൺഗ്രസ് നേതാവ് മാധവ മാഷ ഏട്ടൻ്റെ മുഴുവൻ കൂടിയാണ്. എൻ്റെ മരുമകളായിട്ടാണ് സുലേഖിൻ്റെ അടുത്ത് നിന്ന് ഏതൊക്കെ പാർട്ടി പറയുക പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുലേഖിൻ്റെ പേര് വരുമ്പോൾ നിങ്ങൾ ഗോപിനാഥോട് ചോദിച്ചാൽ അറിയാം, ബാങ്കിൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. വെറുതെ ലീവ് എടുപ്പിച്ചിട്ട് കളയണ്ട, ഇപ്പോൾ ലീവ് എടുക്കുക തയ്യാറാകുമെന്ന് നോക്കണം. അന്ന് ഞാൻ എൻ്റെ താല്പര്യമല്ല അത്. ബാങ്കിന് വലിയ ശമ്പളം വാങ്ങുന്നവള് ഈ പഞ്ചായത്ത് ദിവസം അവള് കുടുംബമുണ്ടല്ല. പിന്നെ ആരാന്ന് വന്നിട്ട് മരുവോളം ഓളം ഭർത്താവ് എന്ത് ബന്ധമാണ്? അനിൽകുമാർ എന്ന് പറഞ്ഞത് DYFIയിലെ ശ്രീകണ്ഠ ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നു, എൻ്റെ മരുവനായിട്ടല്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P. ജയരാജനെ വടകരയിൽ മത്സരിപ്പിക്കുന്നു, അവിടെ അദ്ദേഹം തോൽക്കുന്നു. അതിനുശേഷം ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ KK ശൈലജയെ മട്ടന്നൂരിലേക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം ജയിക്കുന്നു, വടകരയിൽ പോകുന്നു, അവരെ തോൽക്കുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ മട്ടന്നൂരില്ല. ഈ പാർട്ടിയിൽ കണ്ണൂർ പാർട്ടിയിൽ ഒതുക്കൽ വ്യാപകമാണോ? ഇത് ഒതുങ്ങി നിന്നില്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ട സാഹചര്യമാണ് താങ്കളെ? ഞാനിപ്പോൾ അങ്ങനെ ഒരു ആരോപണം പാർട്ടിക്കെതിരെ ഉന്നയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ല, അതാത് സ്ഥലത്ത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. അത് എൻ്റെ അനുഭവം എനിക്ക് പറയാൻ കഴിയും. ഒട്ടേറെ ഈ പാർട്ടിയിൽ ഇത്രയേറെ അവഗണന നേരിടേണ്ടി വന്ന ഒരാളും ഈ പാർട്ടിയിൽ വേറെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, ഇത്രയും സീനിയറായിട്ടുള്ള ഒരാൾക്ക് അവഗണന നേരിടുന്ന ഒരാളും ഉണ്ടാവില്ല. ഇത്ര അവഗണന ഈ പാർട്ടി. P. ജയരാജൻ, A. ഷംസീർ അവരൊക്കെ ഒരു ഇത്തരത്തിലൊരു നീതികേട് നിര്യായവരാണെന്ന് തോന്നുന്നുണ്ടോ? ഇവർക്കെല്ലാം ഇഷ്ടംപോലെ. ഷംസീർ 2 തവണ MLA ആയിട്ടുണ്ട് സ്പീക്കറായി. P. ജയരാജൻ 2 തവണ MLA ആയിട്ടുണ്ട്. പിന്നെ അവർക്കെല്ലാം അതിനുള്ള സ്ഥാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം എന്തെങ്കിലും അവഗണിക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം എനിക്കില്ല, അവർക്കുമില്ല. അവരോടൊക്കെ ആലോചിച്ചോ ഇങ്ങനെ പാർട്ടിയുടെ ഒരു പൊക്കിൾക്കൂടി ബന്ധം ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവരൊക്കെ എന്താ പറഞ്ഞത്? തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത്, മക്കളെല്ലാം വേറെ താമസമാണ്. അവരിപ്പോൾ ഏരിയ കമ്മിറ്റി മെമ്പറോ മണ്ഡലം കമ്മിറ്റി യോഗത്തിന് അവർ പോയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ട് നിങ്ങളുടെ നിലപാടിൽ നിന്നുള്ള ഞാൻ എടുക്കുന്ന നിലപാട്, എൻ്റെ പാർട്ടി കാണുന്ന ഈ നിലപാടിനെതിരായിട്ട് ഞാൻ നിലപാടില്ല. അതിനോട് നിങ്ങൾ ചോദിച്ച് എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ പറയുന്നില്ല.
നിങ്ങൾക്ക് എന്താണോ പാർട്ടിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അതനുസരിച്ച് നിങ്ങൾ പാർട്ടിയിൽ നിന്നുള്ളൂ. അതിൽ എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഭാര്യ മാഷ ഒന്നിച്ചില്ല. അല്ല എന്തെന്ന് പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങൾ ഒന്നിച്ചുണ്ടാകുന്ന അവർക്ക് നിലപാടുണ്ടാവുമല്ലോ. അതുപോലെ എന്നോട് സ്നേഹിക്കുന്ന മുഴുവൻ എത്ര ആളുകളുണ്ട് അവരിൽ എൻ്റെ ഒന്നിച്ചുണ്ട്. അവരോടെല്ലാം ഞാൻ പറഞ്ഞെന്താ ഒരു കാരണവശാലും നിങ്ങൾ എന്നോടൊപ്പം ഇറങ്ങി വരാൻ പാടില്ല. കാരണം പാർട്ടി എന്താ എന്നെ എന്താ പാർട്ടി ഞങ്ങൾ നാളെ കേൾക്കുന്ന പാർട്ടി എന്തായിരിക്കും? ടി കെ ഗോവിന്ദനെ ജില്ലാ പാർട്ടി മെമ്പറിന് പുറത്താക്കി ഇത് വരും. മറ്റു എന്നോട് അഭിപ്രായം പറഞ്ഞ ആളുകൾ ഞാൻ കൂട്ടി നടന്നാൽ അവർക്ക് എന്താ ഉണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും? അവിടെ പാർട്ടി രീതി വെച്ചിട്ട് പുറത്താക്കലാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ പാർട്ടിയിൽ നിന്ന് അത് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് അതിന് കുറേ പദാവലികളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രയോഗിക്കപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല അതായത് വർഗവഞ്ചക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്ര കുറേ അതിൽ വർഗവഞ്ചന എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം വർഗത്തെ വഞ്ചിക്കില്ലേ? ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ഭാര്യ ഞാൻ എണീക്കുന്ന കസയിൽ തന്നെ എൻ്റെ ഭാര്യ ഇരിക്കണം എന്ന് പറഞ്ഞ് ഏത് വർഗ സ്നേഹം കൊണ്ടാണ്? എന്താ എൻ്റെ ഭാര്യ MLA ആയാൽ മാത്രമേ ഇവിടെ പിന്നെ ഇവിടെ സമരം നടക്കുള്ളൂ? അപ്പൊ വർഗവഞ്ചന ആരാ നടത്തുന്നത്? അത് ഞാൻ അവരെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹാക്കൾ വീട്ടിലും ഇവരൊക്കെ വന്നു. ഞാൻ അവരോട് നിങ്ങൾ നാളെ ഇതെല്ലാം പറയണം, നിങ്ങൾ വിളിക്കണം, ഒച്ചത്തിൽ വിളിക്കണം, നിങ്ങൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പ്രകടനം നടത്തണം. അതല്ല നിങ്ങൾ വേണ്ടി വരും. തീരുമാനം തെറ്റാണ്, അത് തിരുത്തണമല്ലോ. അപ്പൊ ഈ തിരുത്തുക എന്ന് പറയുന്നത് അയാൾ തോൽപ്പിച്ചുകൊണ്ടാണ്, സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നതാണ്. അപ്പൊ മലപ്പുറം വാക്കുകൾക്ക് ഉൾപ്പെടുന്ന ഈ ഒരു പാർട്ടി കോട്ടയിൽ PK ശ്യാമളത്തിന് ജയസാധ്യത ഉണ്ടാവില്ല. ഞാനത് പറയില്ല. കാരണം എന്താ വെച്ചാൽ മലപ്പുറത്തായാലും ആന്തൂരായാലും പാർട്ടിയുടെ സാന്ദ്രത കൂടുതലുള്ള പ്രദേശമാണ്. മലപ്പുറത്ത് ജനസംഖ്യ കുറവാണ്, പക്ഷെ പാർട്ടി സാന്ദ്രത കൂടുതലുള്ള പ്രദേശമാണ് മലപ്പുറം. അവിടെയുണ്ട്. ഇവിടെയൊക്കെ തന്നെ ജയസാധ്യത കിട്ടില്ല. ഇവിടെ പാർട്ടി ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് നമുക്ക് പറയാമെങ്കിൽ ഇപ്പം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ ശരിയായ കോട്ടയിൽ വറാക്കലിൻ്റെ വീട് പ്രദേശത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ജയിക്കേണ്ട വാർഡിൽ കോൺഗ്രസ്സുകാരൻ ജയിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കുറ്റിയാട്ടൊരു പൊറോളം, ഇതിന് മനോഹരൻ അറിയായിരിക്കും ചിലപ്പോൾ. പൊറോളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പാർട്ടിയുടെ കേന്ദ്രം. അവിടെ ജയിച്ചത് കോൺഗ്രസ്സുകാരനാണ്. ഇങ്ങനെ ചില സ്ഥലത്തുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. തളിപ്പമ്പിൽ വന്നിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ അല്ല ഇതെന്താ കാണിക്കുന്നത്? പാർട്ടിക്കാർക്ക് ചില ആളുകൾ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ വോട്ട് മറിച്ച് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. പാർട്ടി കമ്മിറ്റികളിൽ താങ്കൾ പറഞ്ഞു, അവിടെ നടക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു, എതിർപ്പുകൾ പറഞ്ഞു, മണ്ഡല കമ്മിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു. പ്രാദേശികമായി സ്വാഭാവികമായിട്ട് ഈ വിഷയമായി ഈ ദിവസങ്ങളൊക്കെ സംസാരിക്കുന്ന നേതാവ് നിലയിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടെ തേടിയിട്ടുണ്ടാവും. അപ്പോൾ പാർട്ടിയുടെ താഴെത്തട്ടിൽ അണികളെല്ലാം ഇതിനെതിരാണ്. ഇപ്പം ഞാനിപ്പോൾ ആ യോഗങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു 4-5 ദിവസം തിരുവനന്തപുരത്ത് പോയി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന മാതിരി ആൾക്കാർ വന്ന അഭിപ്രായം തേടി അഭിപ്രായം പറഞ്ഞിട്ട് ഞാനത് എന്തെങ്കിലും രീതിയിൽ പറയണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് ഒരാഴ്ച തിരുവനന്തപുരത്തായിരുന്നു. അഭിപ്രായത്തിന് വെച്ചാൽ പിന്നെ വീട്ടിലുള്ള ആൾ കയറി വന്നിട്ട് അഭിപ്രായം പറയുമ്പോൾ ഇങ്ങനെ പറയാനൊക്കെ കേൾക്കണ്ട. ഞാനും പോയി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധം ആരംഭിച്ചില്ല. എന്നാൽ ചില സാഹചര്യം ഫോണിൽ വിളിക്കുകയും കാര്യം ചെയ്യുമ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ട്. അവരോടെല്ലാം ഞാൻ പറയുന്ന അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരും പാർട്ടി വിട്ടിട്ടൊന്നും പോകാൻ തയ്യാറായി നിൽക്കണ്ട, മറ്റോടൊപ്പം നിൽക്കുക. പക്ഷേ എനിക്ക് ഈ അഭിപ്രായമുണ്ട്. അഭിപ്രായമുള്ള ആളുകൾക്ക് അഭിപ്രായം പാർട്ടിയിൽ പറയേണ്ടതൊക്കെ പാർട്ടി പറയാം. പാർട്ടിക്ക് പുറത്ത് പറയാൻ തയ്യാറായ ഞാൻ പാർട്ടിക്ക് പുറത്ത് പറയും. ജയരാജൻ, P ജയരാജൻ, MP ജയരാജൻ ഉൾപ്പെടെയുള്ള താങ്കളുടെ ഒപ്പം ഒരുപാട് കാലം പ്രവർത്തിച്ച അത്തരം നേതാക്കന്മാരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പറയുകയും ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഞാൻ EP ജയരാജനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. MP ജയരാജൻ തന്നെ കാണണമെന്ന് ഞങ്ങൾ വിളിച്ചു. ഞാൻ ഓഫീസിൽ പോയി കാണാൻ വീട്ടിലുണ്ടോ ചോദിച്ചാൽ അവിടെ എന്താണെന്ന് ജയരാജൻ കാണേണ്ട ആവശ്യമുണ്ട്. ശരി, ഇന്നൊരു കാര്യം ഞാൻ അങ്ങോട്ട് വരാം. വീട്ടിൽ പോയി ജയരാജനോട് ഈ കാര്യങ്ങൾ മുഴുവൻ അക്കമുട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. MP ജയരാജനോട് ഒരു കാര്യവും ജയരാജൻ നിശ്ചയിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ശരിയല്ല, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല എന്ന ഒരു കാര്യവും ജയരാജൻ പറഞ്ഞില്ല. അവസാനം ജയരാജൻ പറഞ്ഞ എന്താ വെച്ചാൽ എന്നാൽ നിങ്ങൾ കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത്. ഈ അഭിപ്രായമാണ് ജയരാജൻ അവസാനം പറഞ്ഞത്. EP ജയരാജനും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞ എല്ലാ സഖാക്കളും ഞാൻ KP സഹദേവനെ പോയി കണ്ടു. കാരണം ഞാൻ ഇന്ന് ജില്ലയിൽ ഏറ്റവും സീനിയറായിട്ട് ജീവിക്കുന്ന ഒന്ന് KP സഹകരണം. സെക്രട്ടേറിയറ്റിൽ ഏറ്റവും സീനിയറായിട്ട് ഞാനാണ്. ഞാനും സഹകരണം അത്രയും ബന്ധം. ഞാൻ സഹകരണത്താകട്ടെ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. സാധാരണ മുഴുവൻ കേട്ടു. ഓരോരുത്തരുടെ അഭിപ്രായം സാധാരണ പറഞ്ഞിട്ടില്ല. പക്ഷെ സാധാരണ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അടുത്തത് അപ്പുറത്തിലേക്ക് പോകരുത്, ആ തീരുമാനത്തിലേക്ക് പോകരുത്. പാർട്ടി
സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഏറ്റവും ശക്തമായി പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തത് AP സഹദേവനാണ്. സെക്രട്ടേറിയറ്റ് ഇല്ല ഇപ്പൊ സാധേവട്ടെ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഉണ്ടാവും. അപ്പം ജില്ലാ കമ്മിറ്റിയിൽ ആരിൽ എന്തെല്ലാം ചർച്ച ചെയ്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ജില്ലാ കമ്മിറ്റി മുഴുവനും 2-3 ആൾ വെച്ച് മുഴുവനാളും എതിരാന്ന് പറഞ്ഞാൽ പിന്നെ ഓരോരാൾ വ്യക്തികൾ ഇന്നാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ജില്ലാ സെക്രട്ടറി ഈ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ നിർദ്ദേശം അപ്പാടെ നടപ്പാക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി ഉത്തരവാദിത്വം. KK രാജേഷ് പാർട്ടി കമ്മിറ്റികളിൽ എന്താണോ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അത് അങ്ങനെ തന്നെ നടപ്പാക്കാൻ വേണ്ടിയായിരുന്നോ തീരുമാനിച്ചത്? KK രാഗേഷ് അങ്ങനെ സെക്രട്ടറി പറയുന്നത് അങ്ങനെയല്ല. സാധാരണ നമ്മൾ രീതി വെച്ച് ഒരു തീരുമാനത്തിന് മുമ്പ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചിട്ട് അവരുമായിട്ടൊരു അഭിപ്രായം ആശയവിനിമയം നടത്തും. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സെക്രട്ടറിമാർ ആരെ അഭിപ്രായം ചോദിക്കുന്നത് അന്ന് പിണറായിയോട് ചോദിക്കും. പിണറായിൻ്റെ അഭിപ്രായം എടുക്കേണ്ടത് KK രാഗേഷ് ഒരു കാര്യവും ചെയ്യില്ല. ഞാൻ പോട്ടെ, ബാക്കി കാര്യങ്ങൾ പറഞ്ഞ പാർട്ടിയിൽ ഇത്ര ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പാർട്ടിയുടെ ഏതെങ്കിലും കാര്യത്തിൽ നടന്ന ചർച്ചയോ അതിൻ്റെ മറ്റു കാര്യങ്ങളോ ഞാൻ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു കാര്യം ചർച്ചയോ ഞാൻ പത്രക്കാരോടോ അല്ലെങ്കിൽ പൊതുജനങ്ങളോടോ അല്ലെങ്കിൽ പരസ്യമായിട്ടോ പറയാൻ ഞാൻ ചെയ്യാറില്ല. കാരണം അത് ഒരു മര്യാദ അല്ലല്ലോ പാർട്ടി. ഇത്ര വരെ പാർട്ടിയിൽ ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പം പോയിട്ട് പാർട്ടി ഇന്നാളെന്ന് പറഞ്ഞ് അത് ശരിയായ രീതിയല്ല എന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒട്ടേറെ പേര് തെരഞ്ഞെടുപ്പിന് സമയത്ത് ഒട്ടേറെ പുറത്തു പോകുന്നു പാർട്ടിയിൽ. ഈ സുധാകരൻ പോകുന്നു, PK ശശി പോകുന്നു, ഇപ്പൊ താങ്കൾ പോകുന്നു. ശരിക്കും ഇവരൊക്കെ പാർട്ടിയെ നന്നാക്കി കളയാൻ വിചാരിച്ചിട്ട് മാറിയിരിക്കുന്നതാണോ അതോ സീറ്റ് ഉണ്ടാക്കുന്നുണ്ടോ? സുധാകരൻ ഞാൻ വളരെ അടുത്താണ്. എന്നെ വിളിക്കേണ്ടതല്ല, ഞാൻ വിളിച്ചില്ല. കാരണം സുധാകരൻ 2 തവണ 3 തവണ MLA 2 തവണ മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അയാൾ അങ്ങനെ പോകേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. അയാളുടെ പാർട്ടിയിൽ അയാൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്താ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് തോന്നിയിട്ടുള്ളത് എന്താ, പാർട്ടി ഒരു പരിഗണന കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ, 75 വയസ്സ് കഴിഞ്ഞതിൻ്റെ പേരിൽ പാർട്ടി കമ്മിറ്റി ഇന്നലെ പോയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും സീനിയറായിട്ടുള്ള ആളുകൾ പാർട്ടി സഹാക്കൾ പാർട്ടിക്ക് അവർ കാണുന്നത്. അതാണ് ആ സഖാവിനെ നയിച്ച വികാരം. ആ വികാരത്തിൽ നിന്നുള്ള ഒരു പ്രതിഷേധമാണ് സഖാവ് പ്രകടിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. സുധാകരൻ MLA മന്ത്രിയും ആയി, അതുകൊണ്ട് സുധാകരൻ പോയത് ശരിയല്ല എന്ന് പറയുകയും ഇപ്പൊ താങ്കൾ പോകുന്നു ഞാൻ MLA മന്ത്രിയും ആയില്ല അതുകൊണ്ട് ഞാൻ പോയത് ശരിയാണ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സുധാകരൻ പോയതും ഞാൻ പോയതും, അതായത് സുധാകരന്റെ വിഷയം എൻ്റെ വിഷയവും രണ്ടും രണ്ടാണെന്ന് ഞാൻ പറയുന്നത്. സുധാകരൻ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് എതിർപ്പുകൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് സുധാകരൻ പുറത്തേക്ക് പോകുന്നത്. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ സുധാകരനെ ചില പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നില്ല, അവിടെ അവഗണിക്കുന്നു, ആക്ഷേപിക്കുന്നു. ഞാൻ പറഞ്ഞു സുധാകരനെ അവിടുത്തെ പാർട്ടിയുടെ ആളുകൾ വേണ്ട രീതിയിൽ പാർട്ടി സംഘടന വിട്ടു നിന്നപ്പോൾ അല്ല പ്രായാധികം കൊണ്ട് വിട്ടു നിന്നപ്പോൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നൽ സുധാകരനുണ്ടായി. അതൊരു പ്രതിഷേധ രൂപത്തിൽ വന്നു. പക്ഷെ അത് അവിടുത്തെ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വയസ്സായി നടക്കുന്ന ആളുകളെയൊക്കെ അയാൾ എങ്ങനെയൊക്കെ കിടന്നത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കണ്ടേ. അത് നോക്കാതെയുള്ള ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതാണ് അയാൾ പ്രകടിപ്പിച്ചത്. മരുമക്കളോട് പറയുന്നു, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോട് പറയുന്നു. മാഷുടെ ഭാര്യയും മരുമക്കളെയും പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു കാര്യമാണോ? കൃത്യമായിട്ട് അവർക്കും ബോധ്യമുണ്ട്. പുറത്തു പോലല്ലോ ബോധ്യം. ഞാൻ പുറത്തു പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ പുറത്തു പോകാൻ തീരുമാനിച്ചത് പാർട്ടിയിൽ ഞാൻ ഫൈറ്റ് ചെയ്തു, അതുകൊണ്ടൊരു ഫലവും ഇല്ല. ഇനി എനിക്ക് ഫൈറ്റ് ചെയ്തിട്ട് തിരുത്തിക്കാൻ അവസരവും ഇല്ല, തിരുത്തിക്കാൻ കഴിയുകയില്ല. കാരണം ഞാൻ ഉന്നയിച്ച വിഷയം പിന്നെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു. ഞാൻ പരാജയപ്പെട്ട പിന്നെന്താ ചെയ്യുക? പിന്നെ അതിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പരാജയപ്പെട്ടു ജനങ്ങളോട് പറയുക, അത് ജനങ്ങളോട് പറയും. അവരൊന്നും പിന്നെ പരിഗണന കിട്ടിയവരാണ്, അതുകൊണ്ട് ഇറങ്ങുന്നില്ല മാറ്റി പറയുന്നത്. അപ്പൊ പാർലമെന്റ് സ്ഥാനം കിട്ടാത്തതാണ് പ്രധാന പ്രശ്നം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവരൊക്കെ 2 ടേം പൂർത്തിയാക്കിയവരാണ്. പാർട്ടി അല്ല, 2 ടേം പൂർത്തിയാക്കിയവർ പിന്നീട് മത്സരിക്കേണ്ടതില്ല എന്നതാണ് പാർട്ടി തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷംസീർ ഒഴിവാക്കപ്പെട്ടത്. അങ്ങനെ 2 ടേം പൂർത്തിയാക്കിയിട്ടാണ് പിന്നെ പി ജയരാജൻ ഒഴിവാക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കപ്പെട്ടവർക്ക് പിന്നീടും പിന്നെ ഇപ്പോൾ ഷംസീർ ഇപ്പോൾ ഒഴിവായതേ ഉള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന ഒഴിവാക്കപ്പെടലാണ്. സുധാകരൻ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ അങ്ങനെ ഒരിക്കലും ആയിട്ടില്ലല്ലോ ഒഴിവാകാൻ.
ജയരാജനൊക്കെ ഒഴിയുമ്പോൾ അങ്ങനെ 2 ടൈം നിബന്ധനയൊന്നും ഇല്ലായിരുന്നല്ലോ. മാത്രമല്ല മാഷിപ്പോ പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങില്ല. സത്യം പറയാം, ഈ ഏത് ശക്തി ശരിക്കും ഒതുക്കിയത് അങ്ങനെ അഭിപ്രായം എനിക്കില്ല. നമുക്കിത് അവസാനിപ്പിക്കാം. പിന്നെ അധികം അങ്ങനെ അഭിപ്രായം എല്ലാ പാർട്ടിക്കെതിരെ എനിക്ക് പറയേണ്ട കാര്യം ഉണ്ടായല്ലേ എനിക്ക് പറയേണ്ടുള്ളൂ. ഞാനുമായി ബന്ധപ്പെടുന്ന അല്ലെ എൻ്റെ പ്രവർത്തന മേഖലയായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഗോവിന്ദൻ അനഭിതനായിട്ടുള്ള ആളുകളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമുണ്ടോ കണ്ണൂർ ജില്ലയിൽ? അങ്ങനെ ഒതുക്കാൻ ശ്രമിക്കും. ഈ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ വന്നു. നിങ്ങൾ അങ്ങനെ എത്രയൊക്കെ വിഷയമുണ്ടോ ആ വിഷയം തന്നെ വന്നിട്ട് അന്നേരം നൽകും. ഇപ്പൊ അനുഭവമുള്ള ഈ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. വേറെ അങ്ങനെ ആരെങ്കിലും എം വി ഗോവിന്ദന്റെ ഒതുക്കലിന് വിധേയമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഞാൻ UDF-ന്റെ സ്ഥാനാർത്ഥിയല്ല. UDF പിന്തുണ തന്നാൽ അത് UDF-ന്റെ പിന്തുണ തന്നാൽ ഞാൻ സ്വതന്ത്രമായി മത്സരിക്കും. UDF പിന്തുണ തന്നിട്ടുണ്ടെങ്കിൽ ആ പിന്തുണ ഞാൻ സ്വീകരിക്കും. അവർ പിന്തുണ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരില്ല, ബന്ധുവഴി പ്രവർത്തിക്കേണ്ടി വരില്ല. പിന്നെ ഇത് ബ്രാഹ്മണന്റെ കുസ്തി പോലെ നടത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരില്ല. മതിയാക്കാം. ഇവര് വിടാൻ ഇവരോട് നിൽക്കാൻ പറഞ്ഞു. അതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അത് പ്രശ്നം അവിടെ ഉണ്ടായിട്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ടാകുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് എന്റെ വിഷയം. ഏത് അല്ല ഇതിലെത്രയുള്ള നിങ്ങൾ കണ്ടത് ഈ ടീച്ചർ ഗോവിന്ദ മാഷ ഭാര്യ ആയതുകൊണ്ട് ആവാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായം അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ അവിടത്തേക്ക് എത്തിക്കരുത്. ഞാൻ പറഞ്ഞത് മാഷ ഭാര്യ തന്നെ അവിടെ എത്രയോ ആളുകളുണ്ട്. മാഷ ഒഴിഞ്ഞ കസയിൽ അപ്പം തന്നെ കൈ പിടിച്ചിരുത്തണമെന്ന് മാഷക്ക് വാശി പിടിക്കാൻ പാടുണ്ടോ? മാഷക്ക് നിർബന്ധം ഉണ്ടാകാൻ പാടുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. അല്ല ടീച്ചർ മറ്റൊരാളാണെന്നല്ല. ഒരാളൊന്നുമല്ല. അതിന് അടുത്ത ഒരു ടൈമിലായി പോയാൽ എന്താ കുഴപ്പം? അപ്പോഴേക്ക് ടീച്ചർ വലിയ ഉയർന്ന് തെളിയല്ലോ, അല്ലെങ്കിൽ തെളിയിപ്പിക്കുമല്ലോ. ഞാൻ അങ്ങനെ ആഗ്രഹം ഒരിക്കലും പ്രകടിപ്പിച്ചു. പി ജയരാജനൾക്കുള്ള ആൾക്കാർ എതിർപ്പ് പറഞ്ഞ ആളാണ്. എതിർപ്പ് രേഖപ്പെടുത്തി. ഇത് സാമാന്യ നീതിയല്ലേ? നിങ്ങൾ എന്തിന് പി ജയരാജൻ സാമാന്യ ബോധമുള്ള ആള് ഇത്രയും 3 ടേമിൽ നിന്ന് ആ ഒഴിയുന്ന അതേ ടേമിൽ തന്നെ എൻ്റെ ഭാര്യ നിൽക്കണമെന്ന് പറയുന്നത് ന്യായം. ആ ന്യായത്തിൽ നമ്മൾ എതിർക്കുന്നത് മറ്റു മാഷമാരെ കൊണ്ടല്ല. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഒരു സെക്രട്ടറി വളഞ്ഞതിനെ കൊണ്ട് ആകെ പൊളിഞ്ഞു പോകുന്ന പാർട്ടിയായിരുന്നു എനിക്കായിരുന്നു. ഇതിൽ എത്രയോ കേഡേഴ്സ്, ബ്രാഞ്ച്, ലോക്കൽ തുടങ്ങി എത്രയോ ഘടകങ്ങളും കേഡേഴ്സ് ഉള്ള ഒരു പാർട്ടിയാണ്. അത്ര വേഗം ഈ പാർട്ടി പക്ഷെ തിരുത്തിക്കാൻ ഈ പാർട്ടി കഴിയും. തിരുത്തിക്കാനാണ് പാർട്ടി ശ്രമിക്കേണ്ടത്. ഈ മോന്തായത്തിനെ തിരുത്താൻ പാർട്ടി തയ്യാറാകണം. അതാണ് പാർട്ടി അണികൾ. ആ പാർട്ടി അണികൾ തിരുത്തണം. പാർട്ടിയെ നല്ല ശക്തമായി നിലനിർത്താൻ കഴിയണമെങ്കിൽ തിരുത്തണം. തിരുത്താൻ കഴിയാതെ കീഴ്വഴങ്ങി പോയി കഴിഞ്ഞാൽ മോന്തായം പൊളിഞ്ഞും ആകെ പാർട്ടി ആകെ തകർന്ന് തരിപ്പണം. ആ തിരുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അതും എനിക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. ആരൊക്കെ വരും? ഞാൻ ഇതുവരെ പരസ്യ നിലപാട് സ്വീകരിച്ചില്ല. ഈ സ്വീകരിച്ച പരസ്യ നിലപാട് ഇപ്പോഴേ കാണുള്ളൂ. അതിനൊന്നും സംശയം. നമ്മൾ ഇടതുപക്ഷ പക്ഷേ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വീണ്ടും വരും എന്ന് കരുതുന്നവരുണ്ട്. പക്ഷെ പൊതുവെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾക്ക് കഴിഞ്ഞ ഇന്നലെ വരെ നമ്മൾ കരുതുന്നത് വീണ്ടും ഇടതുപക്ഷം വരുന്ന. പക്ഷെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വരുന്നത് ഓരോ നിമിഷമാണ്. ഇന്നലെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം ആയിരിക്കില്ല നാളെ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഈ ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുകൂടാൻ, ഇതിൽ തിരിഞ്ഞു വരാനിടയുള്ള ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് തളിപ്പറമ്പ്. ഒരു ഉദാഹരണം പയ്യൻ. ഈ നിലപാട് പാർട്ടിക്ക് ഉണ്ടാകേണ്ടുന്ന ഈ ഭരണത്തിന് തടസ്സമുണ്ടാകും. ഉണ്ട്.
സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞു മുഖ്യമന്ത്രിയോട് സംസാരിച്ചിരുന്നു. കണ്ടിട്ടുണ്ട്, സംസാരിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ ഇത്ര കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എന്നോട് അങ്ങനെ വിളിക്കുകയും പറയുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഏത് ഒരു ഭയം. ഞാൻ മലപ്പട്ടത്തിലെ ഞാൻ ജനിച്ചിന്, മലപ്പട്ടത്തിലെ ഞാൻ വളർന്നത്. ആരെ ഭയക്കാനാണ്? ഒരു കാലത്തും അങ്ങനെ ചെയ്യില്ല. ഒരു കാലത്തും അങ്ങനെ പാർട്ടിനെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു ചെയ്യാൻ പാർട്ടി തയ്യാറാവില്ല എന്ന് പിന്നെ അങ്ങനെ വരട്ടെ. എല്ലാച്ചെല്ലാം കിട്ടിയതാണ്. ഒരിക്കലും അല്ല, ഒരിക്കലും ഞാൻ സഖാവല്ലാതിരിക്കില്ല. ഞാൻ മരിക്കുന്നവരെ സഖാവായിരിക്കും. മരിക്കുന്നവരെ സഖാവായിരിക്കും.